എൻ്റെ പേര് ജോസഫ് കെ ആൻ്റണി. തൃശ്ശൂർ അതിരൂപതയിലെ പറപ്പൂർ ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ജെയിൻ ജോസഫ്. ഞാൻ ഉടമ്പടി എടുത്തത് 25/6/2022 ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന 6 നിയോഗങ്ങളിലെ ഒരു നിയോഗം മകൾക്ക് രണ്ടാമത്തെ കുഞ്ഞിന് ചികിത്സയില്ലാതെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വെച്ചു. രണ്ടാമത്തെ ഉടമ്പടിയിലെ നിയോഗം ഞങ്ങളുടെ ഇടവകയിലെ പള്ളിയിലെ മാർക്കറ്റുണ്ട്. അത് ഞാൻ കൈക്കാരനായിരിക്കുമ്പോൾ അതിൽ വാടക പുതുക്ക സംബന്ധിച്ച് 19ഓളം കേസുകൾ നിലവിൽ വന്നു. അതായിരുന്നു രണ്ടാമത്തെ നിയോഗം. മകൾക്ക് ഉണ്ടായ അനുഭവം, അതിന് ശേഷമുണ്ടായ അനുഭവം, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ അനുഭവം മകൾ പങ്കുവയ്ക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3.5 കൊല്ലം കഴിയുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കൊച്ചുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 10 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അത് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയപ്പോൾ അത് ട്യൂബ് പാർഷ്യലായിട്ട് റിമൂവ് ചെയ്യേണ്ട വന്നു. അപ്പോൾ പിന്നീട് ഒരു കൊച്ചുണ്ടാകുമ്പോൾ വീണ്ടും ട്യൂബൽ പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതലാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതുപോലെ ഇനിയൊരു കൊച്ചിന് വേണ്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ആദ്യത്തെ കൊച്ച് 3.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതുകൊണ്ട് വീണ്ടും ഒരു കൊച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ 2023 മെയ് ആയപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അതിൽ അപ്പൻ്റെ ഉടമ്പടിയിൽ ആ പ്രാർത്ഥനയുണ്ടായിരുന്നു, ചികിത്സയൊന്നും ഇല്ലാതെ എനിക്ക് ആ കൊച്ചിനെ ലഭിക്കാനായിട്ട്. അപ്പോൾ ഇത് ട്യൂബൽ പ്രഗ്നൻസി ആവുമോ എന്ന് വീണ്ടും പിന്നത്തെ പ്രഗ്നൻസി അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് ഡൗൺ സിൻഡ്രോമിന് സാധ്യതയുണ്ട്, എത്രയും വേഗം അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ നേസൽ ബോൺ വിസിബിൾ അല്ല, പിന്നെ കിഡ്നിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരു കിഡ്നി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡൗൺ സിൻഡ്രോമിന് വളരെയധികം സാധ്യതയുണ്ട്, എത്രയും വേഗം ഫർദർ ടെസ്റ്റുകൾ കുറച്ച് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അബോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. ഫർദർ ടെസ്റ്റുകൾക്കൊന്നും അതുകൊണ്ട് തന്നെ പോയില്ല. ഡോക്ടർമാർ 2-3 സ്ഥലങ്ങളിൽ മാറി മാറി സ്കാനിങ് ഒക്കെ പറഞ്ഞു. അവിടെയൊക്കെ പോയി ഞങ്ങൾ സ്കാൻ ചെയ്തു. അപ്പോഴൊക്കെയും ഇതുപോലെ തന്നെ ആയിരുന്നു റിസൾട്ട്. അപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് അതിൽ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. 7-ാം മാസത്തിൽ ഞാൻ ഹൈദരാബാദായിരുന്നു. അപ്പോൾ 7-ാം മാസത്തിൽ ഞാൻ നാട്ടിൽ വന്നു, ഇവിടെയും സ്കാൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അബോർഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായി, അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യൊന്നും വേണ്ട, ഇനി ജനിക്കുമ്പോൾ അറിയാം കൊച്ച് എങ്ങനെയാണെന്നുള്ളത്, നിങ്ങളിങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. കിഡ്നിയുടെ പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ കൊച്ചിനെ ഡെലിവറി ചെയ്തത്. പക്ഷേ അന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, നോർമൽ ഒരു കുഞ്ഞിന് വേണ്ട പാരാമീറ്റേഴ്സ്, കുഞ്ഞ് ജനിച്ച ഉടനെ കരയുകയും അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ഇതിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നോർമൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരുന്നു. ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റവും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. 6 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നേസൽ ബോൺ വിസിബിൾ ആയിരുന്നില്ല ആദ്യത്തെ സ്കാനിങ്ങിലൊന്നും. പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നോസൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ കുഞ്ഞിൻ്റെ പോലെ തന്നെയായിരുന്നു. 6 മാസം വരെ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ 6 മാസം വരെ, ഇപ്പോൾ കുഞ്ഞിന് 11 മാസമായി. പക്ഷേ ഇതുവരെയും കുഞ്ഞിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ മാസവും സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യേണ്ടതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് ഓരോ മാസത്തെ മൈൽ സ്റ്റോൺസും കുഞ്ഞ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമൽ കുഞ്ഞാന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്ന അമ്മമാതാവിന് ഒരുപാട് നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ കേസുകളായിരുന്നു. ആ കേസുകൾ 3-ാമത്തെ പുതുക്കലിലെ ആ കേസുകളൊക്കെ രമതിയിലേക്ക് വന്നു. 19 കേസുണ്ടായിരുന്നു. 2 കേസ്, ഒരു കേസ് 19 വർഷമായിട്ടുള്ളതായിരുന്നു, ഒരു കേസ് 10 വർഷമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ കൈക്കാരനായിരിക്കുമ്പോൾ ഉണ്ടായ കേസാണ്. വാടക പുതുക്കിയതിനെ സംബന്ധിച്ചുണ്ടായ കേസുകളാണ്. 8 വർഷം മുമ്പ് കേസ് തുടങ്ങി, ഇപ്പോൾ അത് അവസാനിച്ചു, എല്ലാ കേസുകളും അവസാനിച്ചു.
അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായി. ഉപാസന മാതാവിനെ ഞാൻ ഉടമ്പടി വെച്ച് ഈ കേസിന് ഞങ്ങൾ പള്ളി ഇടവകയിലൊരു മകനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേസുകൾ കൊണ്ടുപോകാൻ അവനോട് പറഞ്ഞ് ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോക്കോ, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് വിജയകരമായി അങ്ങനെ അമ്മ നടത്തി തന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ ഞാൻ ആദ്യം 3-4 കെട്ട് കൊണ്ടുപോയിരുന്നു, ഇടവേൽ കൊടുത്തിരുന്നു. ഈ 2024 വർഷത്തിൽ ഞാൻ 13 കെട്ട് പത്രം കൊണ്ടുപോയിട്ട് അടുത്ത 2 ഇടവകളിൽ കൊടുക്കും. ബാക്കി എൻ്റെ ഇടവകളിൽ കൊടുത്ത് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്, പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എല്ലാ ബുധനാഴ്ചയും തൃശ്ശൂർ ടൗണിൽ പോയിട്ട് എൻ്റെ മാത്രം 7 പൊതിച്ചോറുണ്ടാക്കി വഴിയരിയിരിക്കുന്നവർക്ക് കൊടുക്കും. മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഇത് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നത് അറിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ ഒരാൾ 13 പൊതിയും ഒരാൾ 10 പൊതിയും തന്ന് അങ്ങനെ 30 പൊതി ചോറ് ഒരു ആഴ്ചയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം കൊണ്ടുപോയി തൃശ്ശൂർ വഴിയരികിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് കൊടുക്കുവാനും അവരോട് സംഭാഷണം നടത്തുവാനും സാധിച്ചു. മരുന്നിന് അവർക്ക് വേണ്ടി വന്ന മരുന്നിന് കാശ് കൊടുത്തു. അങ്ങനെ പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ 3 ആതുരാലയങ്ങളുണ്ട്. ഒന്ന് ക്യാൻസർ രോഗികളെ പരിപാലിക്കുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമുണ്ട്, അവിടെ അരി കൊടുക്കുന്നുണ്ട്. അതുമാതിരി മറ്റൊരു സ്ഥാപനം അംഗവൈകല്യമുള്ള കുട്ടികളെ നോക്കുന്ന സ്ഥലമുണ്ട്, അവിടെയും അരി കൊടുക്കുന്നുണ്ട്. പിന്നെ പകൽ വീട് എന്ന് പറഞ്ഞിട്ട് പകല് മുഴുവൻ വൃദ്ധയായ മാതാപിതാക്കളും നോക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെയും ഞാൻ അരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്യുന്നു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഉടമ്പടി, തൈലം, തേൻ, ഉപ്പ് എല്ലാം ഉപയോഗിച്ച് പലർക്കും രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. 2 പേര് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. തൻ്റെ മകളുടെ പേരക്കുട്ടിയുടെ കാര്യം അതിനു വേണ്ടിയിട്ടും അതുപോലെ തനിക്കുള്ള മറ്റ് നിയോഗങ്ങളൊക്കെ ആയിട്ട് അപ്പച്ചനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് അത് കൺസീവ് ആകുന്നു നോർമലായിട്ട് തന്നെ. അതിനു മുമ്പ് ആ മകൾ തനിക്കുള്ള കോംപ്ലിക്കേഷനൊക്കെ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. കൺസീവ് ആയതിനു ശേഷവും പിന്നീടുള്ള സ്കാനിങ്ങിൽ 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ് കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂക്ക് ഇല്ല, വീണ്ടും കിഡ്നിയുടെ പ്രോബ്ലം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് തന്നെ നല്ലതെന്നുള്ളത് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ആ ദമ്പതികൾ തന്നെ ഇട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ അവർക്ക് ലഭിച്ചതും കുഞ്ഞുമായിട്ട് വന്ന് നിന്നാണ് ഇന്നിപ്പോൾ സാക്ഷ്യം പറയുക. യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ അനുഭവമായിട്ട് ആ മകള് തൻ്റെ പപ്പയെടുത്ത ഉടമ്പടിയുടെ അനുഭവമായിട്ട് പങ്കുവയ്ക്കുന്നു. അതുപോലെ താൻ ഇടവകയുടെ കൈക്കാരനായിരുന്നത് കൊണ്ട് തന്നെ 19 കേസുകൾ ഈ മകനുണ്ടായിരുന്നു. 8 വർഷത്തോളം അതിന് പുറകെ നടക്കുന്നു. ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെക്കുമ്പോൾ അമ്മ ഇടപെട്ട് ആ കേസുകളൊക്കെ എത്ര പെട്ടെന്നാണ് പിന്നീടത് കോംപ്രമൈസ് ആയതെന്നും താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിലൂടെയൊക്കെ മറ്റുള്ളവർക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് അവർക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ ഇവിടെ മറ്റു പലരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുവാനൊക്കെ തനിക്ക് കൃപ ലഭിച്ചത് എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് ഓരോ കുടുംബത്തിൻ്റെയും കണ്ണുനീര് തുടച്ചു നീക്കുവാനായിട്ട് തമ്പുരാൻ തയ്യാറാണ്. നാം അതിന് ഒരു ചുവട് നാം വെക്കുമ്പോൾ ദൈവം 2 ചുവട് നമ്മുടെ അടുത്തേക്ക് വയ്ക്കും. അതൊക്കെ എത്ര പെട്ടെന്ന് കിട്ടണമെന്ന് നാം ചിന്തിച്ചാലാണോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായിട്ട് വരിക എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നാം മാക്സിമം ക്ഷമയോടെ കാത്തിരിക്കുക.
ക്ഷമയോടെ കാത്തിരിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ഏറ്റവും നല്ല വിളവ് ലഭിക്കുക. അതുപോലെ നമുക്കും ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ജീവിതത്തിൽ പാകുന്നതാണ് ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെ വചനത്തെ മാംസം ധരിച്ച് വചനത്തെ നമുക്ക് വേണ്ടി പകുത്ത് നൽകിയ ഈശോയെ നമുക്ക് നൽകിയ അമ്മയാണ് നമുക്ക് ഉടമ്പടിയിൽ മധ്യസ്ഥയായിട്ടുള്ളത്. ഈ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്ന് ഓരോ കുടുംബവും കൃപകൾ ലഭിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് അഞ്ജു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു സാക്ഷിയല്ല 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ പപ്പയ്ക്കൊരു ഫിനാൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരാൾ തന്നെയായിരുന്നു പപ്പയുടെ പാർട്ട്ണർ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനായിട്ട് കണ്ട ഒരാൾ, എൻ്റെ വല്യപ്പനായിട്ട് കണ്ട ഒരാൾ ഞങ്ങളെ നൈസായിട്ടൊക്കെ തേച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 1,49 ലക്ഷത്തോളം രൂപയുടെ കടഭാരമുണ്ടായി. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ അവസാന നിമിഷം അറിയുന്നത് 2022 ഡിസംബർ മാസം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ബാങ്ക് മാനേജർ ഉൾപ്പെടെ ഞങ്ങളുടെ വീട് വരികയും ജാനുവരി മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് ഇതിൻ്റെ ഭാഗമായിട്ട് പപ്പ ബാങ്കിന് വേണ്ടിയിട്ട് ആധാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പുള്ളി നമ്മൾ ചതിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇത് പുള്ളി തന്നെ എടുത്തു തരാമെന്നുള്ള രീതിയിലാണ് കൊടുത്തത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ആളിത് എടുത്തു തരുന്നില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ജാനുവരി മാസത്തിൽ നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ അടയ്ക്കണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അയാൾ നമുക്കൊന്നും തരുന്നില്ല. ആൾ ടോട്ടലി ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റ് ആയില്ല. പല സമയത്തും പേരൻസിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവസാനം ഈ ബാങ്കിൽ നിന്നുള്ള ആളുകൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ആകെ തകർന്നു പോയി. ഇനി മുന്നോട്ട് ഒരു ജീവിതവും ഇല്ല എന്നുള്ള ഒരു രീതി എത്തിയപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അനിയത്തി ഓൾറെഡി ഇവിടെ മരിയൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞതിൻ്റെതായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് റാന്നിയിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള ഇതില്ല. അപ്പം അവിടെ നിന്ന് ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 4-5 പേര്, ഞങ്ങൾക്ക് മലേഷ്യയിലൊക്കെ റിലേറ്റീവ്സ് ഉണ്ട്, പക്ഷേ അത്ര വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അവരിത് അറിയുകയും ഞങ്ങൾക്കൊരു 25 ലക്ഷം രൂപ അവരെല്ലാവരും കൂടെ തന്നു. ഈ തന്ന രൂപ എന്ന് പറയുന്നത് എന്താ പറയുക, തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ സഹായിക്കുന്നുള്ള രീതി തന്നു. അപ്പോൾ അതുമൂലം ഞങ്ങളുടെ ജപ്തി ഒഴിവായി. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ BEd പഠിക്കുക. അത് കഴിഞ്ഞ് ഉടനെ എനിക്ക് ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അതും ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നതും കൊണ്ടായിരുന്നു മുന്നോട്ട് വെക്കൊണ്ടിരുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് സാലറി ഒന്നും തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോകണമെന്നുള്ളതായി. ഇപ്പോൾ പുറത്ത് പോകാനുള്ള ഇതൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മയുടെ ഒരു കസിൻ എന്ന് പറയാൻ പറ്റത്തില്ല, അമ്മയുടെ സ്വന്തം ആങ്ങള തന്നെ എന്ത് ചെയ്തു, എന്നെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ വന്നു. എന്നെ അച്ചാച്ചൻ അവിടെ കൊണ്ടുപോയി. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ 9 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു, അച്ചാച്ചൻ്റെ കൂടെ താമസിച്ചു, ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അടുത്ത പ്രശ്നം, തടസ്സങ്ങൾ. ഹസ്ബൻഡ് വിസ വേണം. കല്യാണം കഴിക്കാത്ത എന്നോട് ഹസ്ബൻഡ് വിസ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ വന്നു, ഹസ്ബൻഡ് വിസ ഉണ്ടോ? ഇല്ല, ഞാൻ സിംഗിളാണ്, എനിക്ക് ഹസ്ബൻഡ് വിസ ഇല്ല. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരണ്ട. രണ്ടാമത്തെ കോൾ വന്നു. ആദ്യത്തെ ഇത് എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിസിറ്റ് വിസയിലാണ്, നിങ്ങൾ പറഞ്ഞാൽ മാത്രം ഞാൻ വരാം. ഞാൻ താമസിക്കുന്ന ദുബൈയിലാണ്. ഇത് ഷാർജ അജ്മാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാവലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ വാ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഒരു ഡേറ്റ് തന്നു. ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അറിയിക്കാമെന്ന് പറഞ്ഞ ഈ സ്കൂളിൽ തന്നെ 5-6 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുക. ഇപ്പോൾ ഈ 5-6 റൗണ്ട് കഴിഞ്ഞിട്ട് അവരൊന്നും പറയാത്തതുകൊണ്ട് എനിക്ക് അതും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവർ പറഞ്ഞ ഷാർജ അജ്മാൻ സ്കൂളിലെ മലയാളികൾ നടത്തുന്ന സ്കൂളാണ്. അവിടെ ചെന്നു. ഒരു മലയാളി HR ആയിരുന്നു. ആൾ ഞാനുമായി സംസാരിച്ചു. എന്നിട്ട് ആൾ പറഞ്ഞു പ്രിൻസിപ്പളിനെ കാണണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിനെ കണ്ടു. പ്രിൻസിപ്പളിനെ കണ്ടിട്ട് അവരെന്നോട് ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ എന്നോട് പറഞ്ഞു, ഇവിടെ വലിയ സീനൊന്നും ഉണ്ടാക്കണ്ട, ഇറങ്ങി പൊക്കോ, ഹസ്ബൻഡ് വിസ ഉണ്ടെങ്കിൽ മാത്രമേ ജോലി തരത്തുള്ളൂ. കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് ഹസ്ബൻഡ് വിസ
അതിനെനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനപ്പോൾ അവിടെ തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. തിരിച്ച് വന്ന അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ 5-6 റൗണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവും 2 ഡെമോ ക്ലാസ്സും എടുത്ത സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അമ്മയാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിസ കഴിഞ്ഞു. അവർ പറഞ്ഞു അടുത്ത വർഷത്തേക്കേ ഉള്ളൂ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡിസംബറിൽ ഞാൻ തിരിച്ച് വന്നിട്ടും ഈ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടി ഭയങ്കര താമസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന ആളല്ല. അമ്മ വന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 6/1/2024 ഞാൻ ഉടമ്പടി എടുത്തത്. 7/1/2024 എനിക്ക് സ്കൂളിൽ നിന്ന് മെയിൽ വഴി ഓഫർ ലെറ്റർ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു, ആദ്യം ഇൻ്റർവ്യൂ പോയ സ്കൂളിൽ സാലറി കറക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ സാലറി 3 മാസം, ദുബായിലെ ആ പ്രമുഖ സ്കൂളിൽ 3 മാസം സാലറി പെൻഡിങ് ആണ് ടീച്ചേഴ്സിന്. രണ്ടാമത്തെ സ്കൂളിൽ എനിക്കിപ്പോൾ കിട്ടിയ ജോലിയുടെ പകുതിയുടെ പകുതി പോലും സാലറിയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ദൈവം അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ജോലിയാണ് ഇപ്പോൾ എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വൈദിക സെമിനാരി പട്ടത്തിനായിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അവന് പോക്ക് മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന ഉടമ്പടി, എൻ്റെ ഒരു ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിരുന്നത് അവന് അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു. അപ്പോൾ അവിടെ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം എല്ലാം പാസ്സായി. അവൻ കഴിഞ്ഞ ജൂണിൽ അവിടെ അച്ചപ്പട്ടത്തിന് കയറിയിട്ടുണ്ട്. അത് എൻ്റെ ഉടമ്പടിയായിട്ടാണ് അവൻ അവിടെ അച്ചപ്പട്ടത്തിന് കയറിയത്. ഇപ്പോൾ ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. ഓർത്തഡോക്സ് സഭയിൽ ഒരു പള്ളിയിൽ 2 വർഷക്കാലം പള്ളി സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കല്യാണം ഉറച്ചിട്ടുണ്ട്. അടുത്ത വർഷം ജൂലൈ 14 എൻഗേജ്മെൻറ്റും 21 കല്യാണമാണ്. ഇതെല്ലാം ഇവിടെ വന്നൊരു മാതാവിനോടുള്ള ഉടമ്പടി ആരാധനയുടെ മൂലമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം, അതിനു മുമ്പേ ഞാൻ പ്രാർത്ഥനാ ജീവിതം ഉള്ളതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു പണിയും ചെയ്യാറില്ല. എല്ലാം പ്രാർത്ഥിച്ച് ഒരു മാതാവിൻ്റെ ഒരു രൂപം അവിടെ വെച്ച് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാതെ ഞാൻ എഴുന്നേൽക്കാറില്ല. വൈകുന്നേരം അത് തന്നെ ഈ പ്രാർത്ഥന കാശ് രൂപം എടുക്കും, പ്രാർത്ഥിക്കും. കാശ് രൂപം എൻ്റെ കഴുത്തേലുണ്ട് എപ്പോഴും എവിടെ പോയാലും അത് ഇട്ടുകൊണ്ടേ ഞാൻ പോകാറുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാം ദൈവം നടത്തി തന്നു. ഇന്നലെ എൻ്റെ നാത്തൂന് അവിടെ വീട്ടിൽ നടക്കാൻ വയ്യാതെ കാല് വേദനയെന്നും പറഞ്ഞു നിന്നു. ഞാൻ ഉടനെ പോയി പ്രാർത്ഥിച്ചു. ഉപ്പും എണ്ണയും കൊണ്ട് തേച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം നാത്തൂൻ നല്ല ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോയി. ആത്മീയ ജീവിതം, ഞാൻ സൺഡേ സ്കൂളിൻ്റെ HM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേദോസ്തവം ഈ പ്രശ്നം എല്ലാ ദിവസവും വേദോസ്തവം രാവിലെയും വൈകിട്ടും വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ പ്രശ്നം വന്ന അന്ന് തൊട്ട് രാവിലെ വേദോസ്തവം ആദ്യം തൊട്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ സങ്കീർത്തനം വരെ ആയി. പിന്നെ എല്ലാ ദിവസവും 91-ാം സങ്കീർത്തനം 121, 35 വായിക്കാതെ ഞാൻ ഇപ്പം കാണാതറിയാം. ഈ ഞങ്ങളെ ചതിച്ച വ്യക്തി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റി. ഈ ഒരു കള്ളം പറഞ്ഞ് അവിടെയും ചെന്നു. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യും. ഞാൻ അവിടെ ചെന്നു. ഞാൻ ഉപ്പും ഒരു കർച്ചീഫിൽ ഉപ്പും അതിൻ്റെ തൈലവും ഒഴിച്ച് ഞാൻ അവിടെ പോയിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവിടെ ചെന്ന് പോലീസുകാർ വിളിച്ചു. അവിടെ ചെന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഉപ്പും തൈലവും എടുത്ത് എൻ്റെ കർച്ചീഫ് കുടഞ്ഞ് ഞാൻ അവിടെ ഇട്ടു. അവിടെ ഞങ്ങൾ പ്രതിയാക്കി അവിടെ കൊണ്ട് ചെന്നത്. അപ്പോഴവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായി ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപെട്ടു. പുള്ളിയോട് പറഞ്ഞു കണക്കെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളി ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല, ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും തന്നിട്ടുമില്ല. ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള പ്രത്യാശയിൽ മുമ്പോട്ട് പോകുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ പ്രാർത്ഥന രീതിയിലൊക്കെ മുന്നോട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. വേദോസ്തവം വായന ഞാൻ ഒരു നേരം മാത്രമേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പള്ളി സെക്രട്ടറി ഒക്കെ ആയിരുന്നു, പക്ഷേ ഒരു നേരം മാത്രമേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്.
ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്, അവിടെ ഞാൻ സന്ദർശിക്കാറുണ്ട്, അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അവിടെ നമ്മളെ കൊണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. മോശ കർത്താവിനോട് പറയുന്നതാണ്. പുറപ്പാട് 33 അധ്യായത്തിൽ നമുക്ക് ഈ തിരുവചനങ്ങൾ കാണുവാൻ കഴിയും. ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി പുതിയ വഴികൾ ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും കാണിച്ചു കൊടുക്കുന്ന ഉടനടി പരിഹാര മാർഗമായിട്ട് മാറുക. തങ്ങൾക്ക് എത്രയേറെ ബാധ്യതകൾ തങ്ങൾക്ക് വന്നു, എന്തായിരുന്നു തങ്ങളുടെ വീടിൻ്റെയൊക്കെ അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടെ അഞ്ജുവും അമ്മയും നമ്മോട് പങ്കുവയ്ക്കുക. ഈ ഒരു അവസരത്തിൽ യാതൊരു രീതിയിലും ഒരു സഹായവും ഒരിക്കലും ഒരിടത്തുനിന്ന് ലഭിക്കില്ലാത്തൊരു സാഹചര്യം, ആത്മഹത്യ വരെ അതുവരെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴി 2 ദിവസത്തിനുള്ളിൽ എത്ര ലക്ഷം രൂപയാണ് ഈ മക്കൾക്ക് പലരായിട്ട് അവരുടെ ഒരിക്കലും ഒരു ബന്ധമില്ലായിരുന്നു, റിലേറ്റീവ്സാണ്, എന്നാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലാതിരുന്ന വ്യക്തികൾ ഇവരെ സഹായിക്കുവാനായിട്ട് സന്നദ്ധത കാണിക്കുന്നു, അതും തിരിച്ചു കൊടുക്കേണ്ട എന്നുള്ള ഒരു കണ്ടീഷനിൽ. അപ്പോഴങ്ങനെ ആ ജപ്തി നടപടികൾ, ബാങ്കിൻ്റെ ആ നടപടികൾ അതോടെ തീരുകയാണ്. ഇന്നും എങ്ങനെ പിന്നീട് തങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു ജീവിത മാർഗമില്ലാതെ വലയുമ്പോൾ തനിക്കൊരു ജോലി, ആ ജോലിയിലൊക്കെ വന്ന തടസ്സങ്ങൾ, പിന്നീട് എങ്ങനെ ആ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോഴും അന്നൊന്നും അതിൽ നന്മ കാണുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴെങ്ങനെയാണ് ഇവിടെ വന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ആ സ്കൂളിലൊന്നും ജോലി ലഭിക്കാതിരുന്നത് എനിക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് നാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല, നമുക്ക് വേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. ആ നിമിഷം വരെ നാം ക്ഷമയോടെ കാത്തിരിക്കുക. പിന്നീടായിരിക്കാം നാം അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യുക, ഇതിങ്ങനെ കിട്ടിയല്ലോ, ഇതാണല്ലോ ഏറ്റവും നല്ലത് എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത്, അതായത് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് ജെറമിയ 29:11 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് മനസ്സിലാക്കുവാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായിട്ട് നാം ജീവിക്കണമെന്ന് പറയുക. അങ്ങനെ തങ്ങളുടെ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഗ്രഹങ്ങൾ, കൃപകൾ, ഇന്ന് ഉടമ്പടി ജീവിതം എങ്ങനെയൊക്കെയാണ് തങ്ങൾ നയിക്കുന്നത്, ഇതിനു മുമ്പ് പ്രാർത്ഥന അനുഭവം എങ്ങനെയായിരുന്നു, ഇപ്പോഴെത്രമാത്രം ദൈവത്തോട് കൂടുതൽ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു. ഉടമ്പടിയിലൂടെ ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും പേഴ്സണൽ ലൈഫിലൊക്കെ വന്ന മാറ്റം, ഇതിനെല്ലാം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അഞ്ജു, ഞാൻ എലഞ്ഞിന്നാണ് വരുന്നത്. ആദ്യമേ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദി കയറി സാക്ഷിത്വം പറയാൻ പറ്റിയത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്കെങ്ങനെ പറയണമെന്ന് എനിക്ക് വാക്കുപോലും കിട്ടുന്നില്ല പറയാൻ എൻ്റെ സാക്ഷിത്വം. കാരണം ഞാൻ അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് വന്ന ഒരാളാണ്. ഞാൻ പുറത്താണ് പഠിച്ചത്, ആന്ധ്രയിലാണ് പഠിച്ചത് നേഴ്സിങ്. അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പള്ളിയിലോ അങ്ങനെ വിടത്തില്ല. അവർ ഹിന്ദുക്കൾ, അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഇതാണ്. ക്രിസ്ത്യൻസിനോട് ഭയങ്കര ഒരു പുച്ഛമാണ്. അപ്പോൾ പള്ളി പോകാൻ കിട്ടുന്ന ഒരവസരങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കുർബാന കൂടാൻ പറ്റാത്തതിലൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തെലുങ്കാണ് സംസാരിക്കുന്നത്. മലയാള കുർബാനയൊന്ന് കാണാനൊന്ന് കൊതിക്കുകയും ഒന്ന് കുമ്പസാരിക്കാൻ കൊതിക്കുകയൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരുടെ സൈഡിൽ നിന്നാണ് ഞാൻ അറിയുന്നത് കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട്, ധ്യാനകേന്ദ്രമുണ്ട്, പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് സാക്ഷിത്വങ്ങൾ പറയുന്നുണ്ട്. ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, ഗൂഗിളിലൊക്കെ നോക്കി. പിന്നെയുള്ള രീതിയിൽ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എങ്ങനെ വരാൻ പറ്റും, എങ്ങനെ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അന്വേഷിച്ച് ഒരു പ്രാവശ്യം വന്നു. പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഉടമ്പടി എടുക്കാതെ ഞാൻ പോയി. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഉടമ്പടി എടുക്കണ്ടേന്ന്, അതുകൊണ്ട് എടുക്കാണ്ട് ഞാൻ പോയതാ. അതിനുശേഷം പിന്നെ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു. 4-ാം വർഷം ഒരു പഠിത്തം എല്ലാം കഴിഞ്ഞ് പരീക്ഷ എല്ലാം കഴിഞ്ഞു.
വളരെ കോൺഫിഡൻസിൽ പരീക്ഷ എഴുതി ഞാൻ നാട്ടിൽ പോന്ന് 1 മാസം കഴിഞ്ഞപ്പം എൻ്റെ റിസൾട്ട് വന്നു. ഞാനൊരു വിഷയത്തിന് പോയി. വിഷയത്തിന് പോയതിലും എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ, ഞാൻ വളരെ നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷ ഞാൻ പോയി. അതിൽ എങ്ങനെ പോയി എന്നുള്ളതിൽ ആലോചിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല. എങ്ങനെ അതിന് പഠിക്കാം എന്നാലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം അത്രയും നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷ ഞാൻ ഫെയിലായി പോയതിൽ. അപ്പം എനിക്ക് ഓർമ്മ വന്നാണ്, നീ ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു പോകുന്നിടത്ത് എടുക്കത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോഴേ മാതാവിൻ്റെ രൂപമാണ് വന്നത്. എനിക്ക് പോയേ പറ്റുള്ളൂ എന്നായി. വീട്ടിൽ പറഞ്ഞു. ഞാൻ വന്നു, അത് ഉടമ്പടി എടുത്തു. എനിക്ക് അറിയില്ല, ഞാൻ ഈ ഒരു മണ്ണി ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം ഞാൻ എൻ്റെ വീട് പോലെയാണ് ഞാൻ ഇവിടെ കാല് കുത്തുമ്പോൾ എനിക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ അതുപോലൊരു ഫീലിങ്ങാണ്. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു പോയ പിന്നെ എനിക്കൊരു ടെൻഷനില്ല. ഞാൻ പരീക്ഷയെക്കുറിച്ച് പേടിക്കുന്നില്ല, വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് പേടിക്കുന്നില്ല, ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ പേടിക്കുന്നില്ല. എനിക്ക് ഈ ഉടമ്പടി പൂർത്തിയായി എങ്ങനെ പോയാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. പരീക്ഷ രണ്ടാമത് എഴുതാൻ പോയപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ടിക്കറ്റില്ല പോകാൻ വേണ്ടി. വളരെ ബുദ്ധിമുട്ടിയാണ് എക്സാം എഴുതാൻ പോയത്. ചെന്ന് കയറുന്നത് എക്സാമിൻ്റെ തലേദിവസം രാത്രി 10-12 മണിയായപ്പോഴാണ്. ഒരു വക രാത്രി പഠിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ താമസിച്ച് എണീറ്റു. ഒരു അക്ഷരം പഠിച്ചില്ല. എക്സാമിന് ചെന്നപ്പം എക്സാം പേപ്പർ കിട്ടുമ്പോൾ ടെൻഷനാണ്. കാരണം ഒന്ന് എഴുതിയ പരീക്ഷയാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് എഴുതണ്ടേന്ന് എനിക്കറിയില്ല. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. കാശുരൂപത്തിൽ മുത്തി നല്ലപോലെ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് ഞാൻ എഴുതുക, പേനൊക്കെ താഴെ വെക്കുമ്പം മാതാവ് അത്ഭുതം കാണിക്കണേന്ന് പറഞ്ഞു. എക്സാമിൻ്റെ എഴുത്ത് തുടങ്ങി. എഴുതി പോയി. വളരെ പാടായിരുന്നു. ആദ്യത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു. രണ്ടാമത്തെ എക്സാം വളരെ പാടായിരുന്നു. എഴുതിയിട്ട് എനിക്ക് മതിയാവുന്നില്ല എങ്ങനെയാണെന്ന്. പക്ഷെ എൻ്റെ പേന പോകുന്നത് ഞാൻ ചലിക്കുന്ന വഴിയല്ല. എൻ്റെ കൈ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്കല്ല പോകുന്നത്. ഞാൻ എന്തൊക്കെയോ എഴുതുന്നു, സമയം തീരുന്നതിനെ ആലോചിക്കുന്നേ ഇല്ല, എഴുതുക പോവുക. അങ്ങനെ എഴുതി എൻ്റെ പേപ്പർ തീർന്നു കഴിഞ്ഞപ്പോഴേ ആലോചിക്കുന്നത്, ഞാൻ ഇനിയും ആൻസർ എഴുതിയിട്ടില്ല. 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതാതെ വിട്ടിരുന്നത്. എനിക്ക് ടെൻഷനായി. ഞാൻ പരീക്ഷ എഴുതി തീർന്നിട്ടില്ല, എനിക്ക് പേടിയാവുക, മാതാവേ ഏൽപ്പിച്ച് തരുക എൻ്റെ പേപ്പർ, നോക്കിയേക്കണേ. എനിക്ക് പേപ്പർ നോക്കുന്നത് മാതാവാന്നാ മനസ്സിൽ. അവിടെ ഇരുന്ന് തന്നെ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് പോന്നു. എക്സാമിന് എഴുതി കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് പുതുക്കേണ്ട സമയമായി. പുതുക്കാൻ വന്നു. പുതുക്കിയപ്പോൾ ആദ്യമായ അച്ഛൻ ചെല്ലുമ്പോൾ പറയുന്ന കാര്യമാണ്, ഈ ഒരു പുതുക്കലിന് ശേഷമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. നേരാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം തന്നെയാണത്. ആദ്യത്തെ പുതുക്കലിന് ശേഷം എൻ്റെ റിസൾട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വന്നു. ഞാൻ പാസ്സായി. എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ട് എൻ്റെ ആദ്യത്തെ ഈ സപ്ലി എക്സാം കഴിഞ്ഞപ്പം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ജസ്റ്റ് പാസ്സിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നത്, എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്നാണ് ഞാൻ പാസ്സായേക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഞാനത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം എന്നുള്ളതായി. ഞാൻ അതിനു വേണ്ടി കോളേജിൽ ഒരുപാട് വിളിച്ചു. രജിസ്ട്രേഷൻ ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 1 മാസം രജിസ്ട്രേഷൻ എടുക്കുന്നത്, ഞങ്ങൾക്ക് 2 മാസമായിട്ടും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ടെൻഷനാകാൻ തുടങ്ങി. അടുത്തത് നാട്ടുകാരെല്ലാവരും ചോദിച്ചു തുടങ്ങി, ജോലിക്ക് പോകുന്നില്ലേ? എല്ലാവരുടെ അടുത്തുനിന്ന് സ്വാഭാവികമായി വരുന്ന ചോദ്യം. ഞാൻ ഒരുപാട് ഒഴിവുകൾ പറഞ്ഞിട്ടും എനിക്ക് പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാണ്ടായി. ഞാൻ വീട്ടിൽ തന്നെയായി, റൂമിൽ അടച്ചിട്ട പോലെയായി, ഡിപ്രഷൻ വക്കീലായി ഞാൻ, ജോലി കിട്ടാത്തതിൻ്റെ ഒരു പേരിൽ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേ അവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. അതാകാത്ത കൊണ്ട് അതിൻ്റെ ഒരു പേടി. കോളേജിൽ വിളിക്കുമ്പോൾ ആയിട്ടില്ല, ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാതെ എന്നുള്ള പറച്ചിൽ, എല്ലാം കൊണ്ടും ആകെ ഒരു മൂടവസ്ഥയായി. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് പറയുന്നത്, ഇന്നൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, നീ അത് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് നല്ല പനിയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒട്ടും മനസ്സില്ല. പക്ഷേ മാതാവിനോട് പറഞ്ഞു, ഞാൻ അറ്റൻഡ് ചെയ്യുക മാതാവേ, കാത്തോളണേ എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി. വീഡിയോ കോൾ അവർ കട്ട് ചെയ്തു. അടുത്ത പേടിയായി. ഇതൊരു അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. നല്ലൊരു ഹോസ്പിറ്റലാണ്, കയറിയാൽ നല്ലൊരു ജീവിതം കിട്ടും. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഭാഗ്യവശോ കട്ടായിപ്പോയി. ഞാനത് വിളിച്ചു പറഞ്ഞു, എൻ്റെ കട്ടായിപ്പോയി, ഇനി വിളിക്കുമോ എന്ന് ചോദിച്ചു. അവർ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചില്ല. ഞാൻ ആകെ ടെൻഷനായി. അപ്പോഴേ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ മാതാവേ,
എൻ്റെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാവേ, സാക്ഷ്യം പറഞ്ഞോളാവേ, എന്നെ സാക്ഷിയാക്കണേന്ന് പ്രാർത്ഥിച്ചു. 10-12 മണിയായപ്പോൾ എനിക്ക് ഡയറക്ടർ വിളിച്ച് പറയുകയെ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് ഓർക്കണം. ഇൻ്റർവ്യൂ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പാസ്സായി, ഓഫർ ലെറ്റർ അടിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് അവർ ഓഫർ ലെറ്ററാണ് തന്നത്. അത് അമ്മയോട് എത്ര പറഞ്ഞാലും ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് പാസ്സാകുന്നത് പോലെ അല്ലല്ലോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായത്. അത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതിനുശേഷം അവരോട് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. രജിസ്ട്രേഷൻ ആയിട്ടില്ല, ഇനി എന്നാണ് അവർ ചേരേണ്ടതെന്ന് ചോദിക്കും. ഉടനെ അത് രജിസ്ട്രേഷൻ ആയില്ലെന്ന് ഞാൻ പറയേണ്ട വരുമല്ലോ എന്ന് ഓർത്തിരുന്നപ്പം ആദ്യമേ വിളിച്ചത് ഹോസ്പിറ്റലുകാരാണ്. എനിക്ക് 30-ാം തീയതി അവിടെ, ഈ മാസം 30-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല, ഞാൻ എങ്ങനെ പോയി ചേരുമെന്ന് ചോദിച്ച്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കേ, എന്താകും നമുക്ക് അപ്പം കാണാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എന്നെ ഒന്ന് രക്ഷിക്കണേ, രജിസ്ട്രേഷൻ ഒന്ന് പെട്ടെന്നാക്കി തരണേ എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ കോളേജിൽ നിന്ന് വിളി വന്നു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്, പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. ഞാൻ ഈ 19-ാം തീയതി പോയി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഞാൻ വന്നേക്കുന്ന എൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടാണ്. ഞാൻ 28-ാം തീയതി പോകുവാണ് മുംബൈക്ക്. എനിക്ക് മുംബൈയിൽ 30-ാം തീയതി ജോലിയായി. 1 വർഷത്തെ ബോണ്ടിന്. എൻ്റെ കൂട്ടുകാർ ഇതിന് മുന്നേ ആദ്യം പാസ്സായി പോയവരും അവർക്ക് അംഗീകാരം കിട്ടാത്ത പല ഹോസ്പിറ്റലിൽ പോയവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ അംഗീകൃതവും കൂടിയ നല്ലൊരു സാലറി കിട്ടുന്ന നല്ലൊരു ഹോസ്പിറ്റലിലാണ് പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പരീക്ഷ ഞാൻ ഫെയിലായത് എനിക്ക് നല്ലൊരു മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാതെ പോവുകയോ ചെയ്യുമ്പം ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയരുത്. കാരണം ഞാനൊരു അനുഭവത്തിൽ പറയുകയാണ്. ഞാൻ ആദ്യത്തെ പരീക്ഷയിൽ ഞാൻ ക്യാൻഡിൽ പ്രയർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഉടമ്പടി എടുക്കാതെ. പക്ഷെ ഞാൻ ഫെയിലായി പോയപ്പം അതുപോലെ ഞാൻ കരഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്ത ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ കരഞ്ഞ്, രാത്രി മുഴുവനും കരഞ്ഞ് ഞാൻ ചോദ്യം ചെയ്ത്, എന്തിനെന്നെ തോൽപ്പിച്ചു, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് എന്നെ എന്തിന് കൈവിട്ടു, വേറെ ആരും പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്തിനെന്നെ കൈവിട്ടു എന്ന് ചോദിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വിഷമിക്കുന്ന ഒരു നിമിഷം ഞാൻ അങ്ങനെ ചോദിച്ചു പോയല്ലോ എന്നോർത്താ. എന്തിന് ഞാൻ അങ്ങനെ ചോദിച്ചു പോയി, ഞാനത് ചെയ്തത് തെറ്റല്ലേ. ഒരിക്കലും നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോഴേ എന്തിന് ദൈവമേ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കരുത്. കാരണം നിങ്ങൾ വിചാരിച്ചതിൽ എന്തോ കൂടുതൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ദൈവം തരുന്നത്. ഒരിക്കലും നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കരുത്. നിങ്ങളാരും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യരുത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ അച്ഛൻ്റെ ധ്യാനം ഉറപ്പായിട്ട് നിങ്ങൾ മുടങ്ങാതെ ചൊവ്വാഴ്ച ധ്യാനം കൂടേണ്ട ഒരു വ്യക്തിയാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കൂ, രാവിലെ ഇന്ന ചെറിയ ടിപ്സാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്നതുകൾ കൂടി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് ഞാനത് അച്ചടി രീതി രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അച്ഛൻ പറയുന്ന രീതിയിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കത്തും. അച്ഛൻ പറയുന്ന പോലെ തന്നെ നിയോഗങ്ങൾ കത്തും, നിങ്ങൾ സാക്ഷിത്വം പറയും. സത്യമായിട്ടുള്ളതാണ്. ഞാൻ അമ്മ മാതാവിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എനിക്ക് ഈ സാക്ഷ്യത്വം മുഴുവനും പറയാൻ പറ്റിയതിനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിനും നന്ദിയുണ്ട് ഈശ്വർ. അതുപോലെ ഞാൻ ചെയ്യാറുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ധ്യാനം എടുത്ത് ഈ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എൻ്റെ പേഴ്സിൽ ഞാൻ ചെറിയൊരു കുഞ്ഞു പേഴ്സും കൂടി സൂക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് സാലറി ഇല്ല, എനിക്ക് ശമ്പളമില്ല. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ എൻ്റെ പോക്കറ്റ് മണിയിൽ ഒരു ഭാഗം ഞാൻ എൻ്റെ ആ ഒരു പേഴ്സിലേക്കാണ് വെക്കുന്നത്. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു, നിൻ്റെ പേഴ്സിൽ എന്താ ഒരു ചെറിയ പേഴ്സ്, അതിലെന്താ ഒരു പൈസ ശേഖരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, അത് എൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ ഒരു ബാഗിൽ വെക്കുന്നു, മറ്റൊരാളുടെ ഭാഗം കൂടിയാണ് ഞാൻ എൻ്റെ പേഴ്സിൽ കരുതുന്നതെന്ന്. ആരെന്നോട് എന്ത് പൈസ കാര്യം ചോദിച്ചാലും ഞാൻ ആ ഒരു ബാഗിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇപ്പം എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ വെച്ച നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം ദൈവമേ ജീവിത അവസാനം വരെ എനിക്ക് ഉടമ്പടിയോട് ചേർന്ന് ജീവിച്ച് പോകണമെന്ന്. എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ജോലി കിട്ടി ഞാൻ എൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ ദൈവമേ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മാറ്റിവെച്ച് മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റണേന്ന്. നിങ്ങളും എല്ലാവരും അങ്ങനെ മറ്റൊരാൾക്കും കൂടി മറ്റൊരു ജീവിതത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും വലിയൊരു മനുഷ്യരായി മാറും. അങ്ങനെ മാതാവ് എന്നിൽ മാറ്റിയ മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. അമ്മ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 3:12
ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അഞ്ജു ജോസഫ് എന്ന ഈ മകളുടെ വ്യക്തിജീവിതത്തിൽ ലഭിച്ച ചില വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടു കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം പങ്കുവെച്ചത് BSc നഴ്സിങ്ങിൻ്റെ പരീക്ഷ എഴുതി ഒരു വിഷയം പോവുകയും അതേറെ ക്ലേശം അനുഭവിച്ചുകൊണ്ട് ജയിക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുകയും ചെയ്ത നാളുകൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അത് മുന്നോട്ട് പോവുകയും പരീക്ഷയുടെ ദിവസമെത്തിയപ്പോൾ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ച് യാത്രാ സൗകര്യം കുറവായിരുന്നതിനാൽ ബുദ്ധിമുട്ടി പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പാണ് അവിടെ എത്തിച്ചേർന്നതെങ്കിൽ കൂടിയും മറ്റാരും എഴുതുന്നത് പോലെ തൻ്റെ കരം പിടിച്ച് പരീക്ഷ മുഴുവനും എഴുതി തീർത്തുവെന്നും താൻ നോക്കുമ്പോൾ ഇനിയും പരീക്ഷയ്ക്ക് എഴുതുവാൻ വേണ്ടി 1-2 കാര്യങ്ങൾ മിച്ചമുണ്ടെന്നറിയുമ്പോഴും ആരോ തൻ്റെ കരം പിടിച്ച് ആ പേപ്പറിൽ നിറയെ എഴുതി വയ്ക്കുന്നത് മകൾ അനുഭവിച്ചുവെന്നാണ്. ഡിസ്റ്റിങ്ഷനോടുകൂടി ആ വിജയം ലഭിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആ ജോലി കണ്ടെത്തുവാൻ ആഗ്രഹിച്ച നാളുകളിൽ തന്നെ പരിശുദ്ധമ്മ സവിശേഷമാം വിധം നല്ലൊരു ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്നു. അവിടെയും അമ്മ മാതാവിൻ്റെ ഇടപെടൽ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ തുടങ്ങി അല്പസമയം കഴിയുമ്പോൾ അത് നെറ്റ് കട്ടായി പോവുകയും ഇനി തനിക്ക് കിട്ടില്ലേ എന്തായിത്തീർന്നുവെന്ന് അറിയാതിരിക്കുന്ന നിമിഷങ്ങളിൽ സെലക്ട് ചെയ്യപ്പെട്ടുവെന്ന അറിവ് ലഭിക്കുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മൂന്നാമത് ജോലിക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ കയ്യിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കാത്തത് മൂലം ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലേക്ക് വന്നെത്തിയ നാളുകളിൽ അമ്മ മാതാവ് തന്നെ ആ പ്രാർത്ഥിച്ച ജോലി ലഭിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ മകളുടെ കൈകളിലേക്ക് ആ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അങ്ങനെ അവസാനത്തെ തടസ്സവും മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഓരോ തവണയും മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ചത് ആത്മധൈര്യമാണ്. എൻ്റെ കഴിവിലുള്ള വിശ്വാസമല്ല. എൻ്റെ കഴിവ് ഞാൻ പഠിച്ചത് എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതൊക്കെ പരാജയപ്പെട്ടു പോയപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ വഴി നടത്തുകയും എനിക്കനിവാര്യമായ വിജയം നൽകുവാൻ അമ്മ മാതാവിലൂടെ എന്നെ സഹായിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യവും പ്രത്യാശയുമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് പരീക്ഷയുടെ വിജയവും ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമവും സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങളിലും ഞാൻ ആശ്രയിച്ചത് മുഴുവനും അമ്മ മാതാവിലും തിരുക്കുമാരിലുമാണ്, മനുഷ്യരിലല്ല. മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ടുമല്ല ഞാൻ നീങ്ങിയത്. മറിച്ച് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ അത് എന്താണോ അച്ഛൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്, അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഉടമ്പടി പ്രകാരം ജീവിക്കുക എന്നതായിരുന്നു എൻ്റെ സന്തോഷവും. അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ അച്ഛൻ എപ്പോഴും സമയത്തെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്കും അതതിൻ്റെതായ സമയമുണ്ട്. ഓരോ കാര്യം ചെയ്യുന്നതിനും അതതിൻ്റെതായ ചിട്ടയും ക്രമവും അച്ഛൻ നമ്മളോട് പറയാറുണ്ട്. ചിലർ കരുതും ഇതെന്തിനാണ് ഇതേ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതേ ചിട്ടയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അത് സമയത്തിൻ്റെ മാതാവ്, സമയം കുറച്ചും സമയത്തിൻ്റെ മേൽ അവകാശിയായ അധികാരിയായ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അച്ഛനെന്നും സമയത്തെ, ദിവസത്തെ, അക്കങ്ങളെ ഒക്കെ കൃത്യമായി അച്ഛൻ്റെ അരികിൽ പ്രാർത്ഥിക്കുന്നവരോട് സൂചിപ്പിച്ചാണ് അനുഗ്രഹത്തിന് വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രാവിലെ 5:30 എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയമാണ്. വൈകുന്നേരം 7 എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയമാണ്. അരമണിക്കൂർ വചനവായന എന്ന് പറയുന്നത് അത് കൃത്യതയോടെ പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധ വേണം. അതോടൊപ്പം ഉടമ്പടി സാക്ഷ്യം ആ സമയത്ത് തന്നെ കൂടുവാനായി, ഉടമ്പടി ധ്യാനം ആ സമയത്ത് തന്നെ പങ്കുചേരുവാൻ നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവാനുഭവത്തെ എൻ്റെ ജീവിതത്തിലേക്കും എത്രയും വേഗം കരഗതമാകുവാൻ ലഭിക്കുന്നതിനെ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന് ദൈവാനുഭവങ്ങൾ വേഗത്തിൽ വരുന്നതിന്, തടസ്സങ്ങൾ മാറി വരുന്നതിന് സഹായകരമാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് ആലൻ ഹെൻറി. ഞാൻ UK-ലാണ്. 2.5 ഇയേഴ്സായിട്ട് UK-ലാണ്. മാസ്റ്റേഴ്സിന് വേണ്ടി അവിടെ പോയതാണ്. ഞാൻ പോകുന്ന മുമ്പ് ഞാൻ ഇവിടെ 2-3 ഇയേഴ്സ് വർക്ക് ചെയ്തു. മാസ്റ്റേഴ്സ് പഠിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. സ്റ്റഡീസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ മാതിരിയായിരുന്നു. എനിക്ക് വലിയ
ഇൻട്രസ്റ്റ് ഇല്ല സ്റ്റഡീസിൽ. ബട്ട് സ്റ്റിൽ ഒരു ബെറ്റർ ലൈഫിനും ഒരു ബെറ്റർ പേനും ഞാൻ മാസ്റ്റേഴ്സിന് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അങ്ങോട്ട് പോയി. മാസ്റ്റേഴ്സ് പോകുന്ന മുമ്പേ ഈ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സൊക്കെ HOD എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ ഞാൻ നിന്നെ പാസ്സാക്കി വിട്ടു, ഞാൻ റെഫർ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് നിന്നെ പാസ്സാക്കി വിട്ടു, പക്ഷേ അവിടെ പോയാൽ നിന്നെ ആരും പാസ്സാക്കൂല, നീ പോകണ്ടെന്നാണ് എൻ്റെ അടുത്ത് HOD പറഞ്ഞത്. ഞാൻ ശരി എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം 10th 12th ഒക്കെ ഡീസൻറ്റ് മാർക്കായിരുന്നു. എൻജിനീയറിങ് 17-20 ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകണം എന്നുള്ളൊരിത് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ പോയി, അവിടെ പോയി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ടിങ് സെമസ്റ്ററിലൊന്നും പാർട്ട് ടൈം പോലും ചെയ്തില്ല, പേടി കാരണം കൊണ്ട്. പഠിക്കണം, പാസ്സാകണം എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അങ്ങനെ ഞാൻ പഠിച്ച് ഞാൻ പ്രിറ്റി ഡീസൻ്റായിട്ട് ഞാൻ പാസ്സാകുന്ന മുമ്പേ ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും കുറേ ജോലി, ഫുൾ ടൈം വർക്ക്, വിസ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുമ്പോഴും ഞാൻ ഓവറായിട്ട് അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. കാരണം എൻ്റെ വൺ മേജർ റീസൺ എൻ്റെ ഡാഡിയും ഓഫ് ഷോറിൽ ഡാഡിയും ഖത്തറിൽ വർക്ക് ചെയ്യാണ്, സെയിം ഫീൽഡാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഡാഡിയുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞൊരിതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്സാകുന്ന മുമ്പേ, ഞാൻ 3-4 months പാസ്സാകുന്ന മുമ്പേ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂസ് വന്നു. ആർക്കും പാസ്സായി കഴിഞ്ഞിട്ട് 2-3 months കഴിഞ്ഞിട്ടാണ് ചെക്കന്മാർക്കൊക്കെ ഇൻ്റർവ്യൂ കിട്ടാൻ തുടങ്ങിയത്. എനിക്ക് അതിൻ്റെ മുമ്പേ ഇൻ്റർവ്യൂ കിട്ടി. അതും ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് 3rd റൗണ്ട് റെക്കമെൻഡേഷനിൽ കിട്ടി. അങ്ങനെ ആ ഇൻ്റർവ്യൂ അടിപൊളിയായിട്ട് ചെയ്തു, ഫെയിലായി. അടുത്ത ഇൻ്റർവ്യൂ വന്നു, റെക്കമെൻഡേഷനിൽ സൂപ്പറായിട്ട് ചെയ്തു, ഫെയിലായി. ഇങ്ങനെ ഓരോരോ കമ്പനിയിലും കുറേ കമ്പനീസിൽ ഡാഡിയുടെ ഫ്രണ്ട്സ് മാനേജേഴ്സായിട്ടുണ്ട്, വലിയ വലിയ സീനിയർ പൊസിഷൻസിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇത്രയും നാൾ വളരെ റെയറായിട്ടാണ് ഡാഡിയുടെ അടുത്ത് സംസാരിക്കുക. പക്ഷേ ഞാൻ റെഗുലറായിട്ട് ഡാഡീനെ വിളിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക, ഫ്രണ്ട്സിനെ വിളിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും ഡാഡി വന്നിട്ട് ഓക്കെ ഹാവ് ഫെയ്ത്ത്, മെല്ലെ കിട്ടും എന്നുള്ളൊരു രീതിക്കായിരുന്നു ഡാഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കമ്പനീസ് വന്നു. ഒരു കമ്പനി എനിക്ക് 2 ദിവസം മുമ്പ് എനിക്ക് ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. എന്നിട്ടും അത് ഞാൻ നൈസായിട്ട് ചെയ്ത, പക്ഷെ എന്നാലും ഫെയിലായി, റിജക്റ്റായി. അങ്ങനെ ഓരോരോ കമ്പനി ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എടാ അടിപൊളിയായിട്ട് ചെയ്തു, ലൈഫിൽ ബെസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, മാക്സിമം കിട്ടേണ്ടിയായിരുന്നു, പക്ഷേ എന്താ കിട്ടിയെന്ന് അറിയില്ല, അവർ എക്സ്പീരിയൻസ്ഡ് ആളെ കുറച്ചും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ചിലപ്പോൾ ഇൻറ്റേർണൽ പോളിറ്റിക്സ് ആയിരിക്കും, മേ ബി അതുകൊണ്ടായിരിക്കും നിന്നെ എടുക്കാത്തത്, കാരണം നീ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നീ പറയുമ്പോൾ മേ ബി അവർ വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് എടുത്തു കാണുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഇൻ്റർവ്യൂ എടുത്തത് ആ കമ്പനിയുടെ CEO ആണ്, ആ CEO ഡാഡിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവന് ഷോക്കായി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഈ കോൺടാക്ട്സ് ഉള്ള നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്നായിരുന്നു അവരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഞാനൊരു പാനിക് സിറ്റുവേഷനിൽ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫാമിലി ഗൈഡൻസിന് ഞങ്ങളൊരു അച്ഛനെ വയനാട്ടിൽ വിളിക്കും, മാത്യു ഫാദർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് വോയിസ് നോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചോദിച്ചത്, നീ എന്തിനാ പേടിക്കുന്നത്, നീ എങ്ങോട്ട് ഓടും, പേടിച്ച് എങ്ങോട്ട് ഓടുന്നു. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അച്ഛൻ പേടി എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല, ലൈഫിൽ ഇത്രയും പേടിച്ച ഒരു ടൈമും ഇല്ല, ഞാനിങ്ങനെ പേടിക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഹാവ് ഫെയ്ത്ത്, എനിക്ക് അടിപൊളി കമ്പനിയിൽ സൂപ്പർ ജോലി കിട്ടുമെന്ന്. അപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, ജോലി എന്തായാലും കിട്ടും, പക്ഷേ എങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എന്നിട്ട് ഒരു 2 days എൻ്റെ ഒരു ഫ്രണ്ട്, പാർട്ട് ടൈമിന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് വന്ന് ഇവിടെ എന്നെ വന്ന്, ഞാൻ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ഇഷ്യൂസാണ്, ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവളിങ്ങനെ വന്ന് ഇങ്ങനെ കൃപാസനെ കുറിച്ച് പറഞ്ഞു, ആ മെഡലൊക്കെ കാണിച്ചു, എന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു, നീ ഇത് വായിച്ചു നോക്ക്, നീ ഓൺലൈനിൽ കുറച്ച് ലിങ്ക്സൊക്കെ അയച്ചു തന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക്, നീ എന്തായാലും ഒരു ഓൺലൈൻ ഒരു ലൈറ്റ് കാൻഡിൽ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ശരി, ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ഉടായിപ്പല്ല, ഞാൻ എന്തിനാ ലൈറ്റ് കാൻഡിൽ റിക്വസ്റ്റ് ഇടുന്നത്, കാരണം പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടുന്ന എനിക്കറിയാം, അതുമല്ലാണ്ട് ഇത് കവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും ഒരു എൻലൈറ്റ്മെൻറ്റും എൻ്റെ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റും അല്ല, ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, നിന്നെ കണ്ടിട്ട് നീ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാത്തതെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊരു ഷോക്കായിപ്പോയി. കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ
ചെറിയ ചെറിയ ഉടായ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നൈറ്റ് ടൈം എല്ലാ ദിവസവും ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിച്ചിട്ടേ കിടക്കുള്ളൂ. ഹോസ്റ്റലിലായിരുന്നു, ഊട്ടിയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഡോമേറ്ററൻസും ഒക്കെ വന്നിട്ട് രാവിലെ ചെയ്തു കൂട്ടുന്നതൊക്കെ രാത്രി നീ പ്രേ ചെയ്ത് നീ ഹെവനിൽ പോകാമെന്നാണോ നോക്കുന്നതെന്ന് ചോദിക്കും അവർ. അപ്പോൾ ഞാൻ പ്രെയർ ഒരിക്കലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാത്തൊരു ഇതായിരുന്നു. പക്ഷേ UK വരുന്ന മുമ്പും ഒരു 1 year ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ കുറച്ച് എൻ്റെ സ്കെഡ്യൂൾസൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ടല്ല, സ്കെഡ്യൂൾസ് മാറിപ്പോയി, ലേസിയായി, ഞാൻ പ്രേ ചെയ്തില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാൻ ശരി ഈ ഒരു ചാൻസ് എന്തായാലും മിസ്സാക്കരുതെന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി അടുത്ത ദിവസം തന്നെ ഞാൻ കവനൻ്റ് എടുത്തു. കവനൻ്റ് എന്താ എങ്ങനെയാണെന്നൊന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ആ ഫ്രണ്ട് അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്തു. മലയാള ബുക്കായിരുന്നു അവളുടെ അടുത്ത്. അവളത് ഫോട്ടോ അയച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവൾ എനിക്ക് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തന്നു. കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു 6 intentions എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഒരു ഫസ്റ്റ് 1 week തന്നെ ഞാൻ ഓർത്തു ജോലി കിട്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതല്ലല്ലോ എല്ലാം എന്നുള്ളൊരു രീതിക്കായിരുന്നു ഞാൻ എൻ്റെ ഒരു തോട്ട്. അങ്ങനെ ഇൻസ്റ്റൻ്റ്ലി അത് മാറി ഒരു 1 week. ഞാൻ അത് വിട്ടിട്ട് അപ്പേരിയേഷൻ പ്രേയേഴ്സും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഫുൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും ജോലി കിട്ടണം എന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞാലും ബട്ട് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എനിക്ക് ഓപ്പൺ ആയ പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യും. അപ്പോഴും ഞാൻ പ്രെയർ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. 2 days ഞാൻ മിസ് ചെയ്തു. മോർണിംഗ് 5:30 പ്രേയേഴ്സ് ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോയിട്ട് ഞാൻ മിസ് ചെയ്തു. അത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതോടെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് നിർത്തി. ഞാൻ മോർണിംഗ് ഷിഫ്റ്റ്സ് മാത്രമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡാഡീനെ ഇങ്ങനെ വിളിക്കും. ഡാഡീനെ വിളിച്ചിട്ട് ഡാഡി ഫ്രണ്ട്സിനെ വിളിക്കുക, ആ കമ്പനി നോക്ക്, ഈ കമ്പനി നോക്ക്. കാരണം ഡാഡി ഒരു ഓപ്പറേറ്റിംഗ് കമ്പനിയിലാണ് ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും എല്ലാ കോൺട്രാക്ടേഴ്സും ആ കമ്പനിയിലായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന ഏത് വലിയ കമ്പനീസിനും നമുക്ക് അറിഞ്ഞ കോൺടാക്ട്സ് ഉണ്ട്, ആരെങ്കിലുമൊക്കെ എന്തായാലും കാണും. അപ്പോൾ ഡാഡി കുറച്ച് ഡിഫറെൻ്റാണ്, അധികം സംസാരിക്കില്ല, എക്സ്ട്രീംലി ഫെയ്ത്ത്ഫുൾ ആണ്. ഡാഡി പറയുന്നത് അപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹാവ് ഫെയ്ത്ത് ഇൻ യു, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാണ് ഡാഡി പറയുന്നത്. അപ്പോൾ ഞാൻ അത്രയും വയസ്സുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡാഡിക്ക് ഞാനായിരുന്നു അഡ്വൈസ് ചെയ്യുന്നത്. നമുക്കുണ്ടായിരുന്ന കോൺടാക്ട്സ് ദൈവം തന്നതാണ്. അപ്പോൾ ആ കോൺടാക്ട്സിൻ്റെ റെക്കമെൻഡേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും 3-4 കമ്പനി ഇപ്പോൾ അച്ഛനും പറഞ്ഞു കവനൻറ്റിലുമാണ്. അപ്പോൾ ഏതെങ്കിലും വലിയ കമ്പനി 2-3 വലിയ കമ്പനി വന്നപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഓക്കെ ഇതാണത് എന്നൊക്കെ. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഞാൻ മെയിൽ വന്ന ഉടനെ ഞാൻ ഡാഡിക്ക് വിളിക്കും, ഈ കമ്പനിയിൽ ഡാഡിയുടെ ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇടും. ഇങ്ങനെ പോയി എല്ലാ കമ്പനിയും മിസ്സായി 2 കമ്പനി അങ്ങനെ പോയി. അടുത്തൊരു കമ്പനി പെട്ടെന്ന് വന്നു. ആ കമ്പനിയിൽ ഇതിൻ്റെ മുമ്പേ ഡാഡിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഇതിൽ ഞാൻ മെയിൽ വന്ന് സ്ക്രീൻഷോട്ട് അയച്ചു. ഡാഡി ഓഫ്ലൈനിലായിരുന്നു. ഞാൻ പെട്ടെന്ന് മെസ്സേജ് ഇട്ടു, ഐ വിൽ ഡീൽ ഇറ്റ് ഓൺ മൈ ഓൺ, യു ഡോണ്ട് ടോക്ക് ടു യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു. അത് എന്തുകൊണ്ട് ഇട്ടെന്നൊന്നും പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, ബട്ട് ഞാനത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഡാഡിയും ഓക്കെ എന്ന് പറഞ്ഞു, സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ട്യൂസ്ഡേ ആണത്, ട്യൂസ്ഡേ ഓൺലൈൻ റിട്രീറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു നടന്നൊരു ടെസ്റ്റിമോണി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അതായത് ഒരു അമ്മ വയ്യാണ്ട് കിടക്കുവാണ്, അമ്മയുടെ കൊച്ചും വേറെ ഏതോ ICUയിലാണ്. അപ്പോൾ കൊച്ചിനെ പോയി കാണുന്ന മുമ്പ് അമ്മ ഇവിടെ കയറി കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഞാൻ പോകുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, നീ എൻ്റെ മുമ്പിൽ പോകണം എന്നാണ് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊച്ച് ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, ഇത് കൊള്ളാമല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഞാനും ഈ ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അങ്ങനെ മനസ്സിലോർത്തു. പെട്ടെന്ന് ഞാൻ കവനൻ്റ് എടുക്കുന്ന മുമ്പും ഫെയ്ത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ഫെയ്ത്തായിരുന്നു. ഞാൻ ആലോചിച്ചതും ഒക്കെ ഓക്കെ എപ്പോൾ ഒരു ഡെഫിനറ്റ് ടൈമിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് കാണും. ആൻഡ് അത് ഞാൻ ഡിസൈഡ് ചെയ്യണമെന്നില്ല, എനിക്ക് എപ്പോൾ കിട്ടുന്നു അങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്തിലായിരുന്നു. കവനൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ മേ ബി ഫെയ്ത്ത് കൂടിയോണ്ടായിരിക്കും എനിക്ക് സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് ഈ അച്ഛൻ്റെ ഈ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയതാണ്, അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മാതിരി അടുത്ത ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് ഓർത്തു. ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ അത് കിട്ടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും പ്രാക്ടിക്കലി ഞാൻ ആലോചിച്ചുകൊണ്ടും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഓൾറെഡി നീ സെപ്റ്റംബർ നീ ചോദിച്ചതാണ്, ഇനി അതിലും കുറഞ്ഞ് നീ നെക്സ്റ്റ് വീക്കിൽ തന്നെ ജോലി കിട്ടണമെന്ന് ചോദിക്കുന്നത് അഹങ്കാരമാണ്, അത് കിട്ടുകയില്ല, ചോദിക്കാൻ വേണ്ടെന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഞാനത് കൂൾ ഡൗൺ ആക്കി. ഒരു 5-10 seconds ഗ്യാപ്പിൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ ഇത് മുമ്പും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടിയില്ലായിരുന്നു.
ഞാൻ പാനിക്കായില്ല, ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി, ഞാൻ ഒരു ഷോക്കിലായിപ്പോയി. ഒരു 5-10 seconds ആയി ഒന്ന് റീഗെയിൻ ചെയ്യാൻ. അത് 1 year ആയിട്ട് ഉള്ള റൂമാണ്, അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇൻ്റർവ്യൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈറ്റിൽ ഞാൻ വെളിയിൽ അടിച്ചു പൊളിക്കാനൊന്നും ഇറങ്ങാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ റൂമിൽ അങ്ങനെ ഒരു സ്മെല്ല് ഇമ്പോസിബിളാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ഒരു സ്മെല്ല് വരുവാണെങ്കിൽ ഞാൻ കൺഫേം ചെയ്യാമെന്ന്. പക്ഷേ ആ അടുത്ത 5 seconds എൻ്റെ മൈൻഡ് വർക്കായത്, ഒരു പ്രാവശ്യമല്ല 5 പ്രാവശ്യം വന്നാലും നീ അത് വിശ്വസിക്കില്ല, സോ ഒരു ചാൻസ് നിനക്ക് കിട്ടി, ടേക്ക് ഇറ്റ് ഓർ ഗോ എൽസ് എന്നുള്ളൊരു ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ചു. മാതാവ് കൂടെയുണ്ട്, മാതാവിൻ്റെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തു, സ്ട്രോങ് ആയിട്ട് ഞാനത് വിശ്വസിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട്, റിട്രീറ്റ് കഴിഞ്ഞിട്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് ഞാൻ വിളിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. മമ്മിയുടെ അടുത്ത് ഞാൻ ഇതിനു മുമ്പും 5-6 ഇൻ്റർവ്യൂസ് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞു, മമ്മി ഇത് കിട്ടും തോന്നുന്നു. പക്ഷേ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂയുടെ മുമ്പേ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കിട്ടും എന്ന് പറഞ്ഞു. ഡാഡിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാം, ഇത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. ഡാഡി ആസ് യൂഷ്വൽ ഹാവ് ഫെയ്ത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ അതിനെക്കാട്ടിലും ചെയ്ത 4-5 ഇൻ്റർവ്യൂസ് ഉണ്ട്, എക്സ്ട്രോഡിനറി ചെയ്ത ഇൻ്റർവ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഇൻ്റർവ്യൂ ടൈമിൽ മാതാവ് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്തു. 2-3 ക്വസ്റ്റ്യൻസൊക്കെ പാളിപ്പോയി, എന്നാലും വലിയതായിട്ട് പേടിക്കാണ്ട് ഓക്കെ നോക്കാം എന്നുള്ള രീതിക്ക് ചെയ്തു. പറഞ്ഞ മാതിരി തന്നെ ഒരു വീക്കിൽ റിസൾട്ട് വന്നു. അവരെന്നെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അടിപൊളി പാക്കേജിലാണ് എന്നെ എടുത്തത്. ഒരു നോർവീജിയൻ കമ്പനിയിലാണ്, UK ഓഫീസിലാണ്. 1 monthൻ്റെ ഉള്ളിൽ എനിക്ക് വേറൊരു ഓഫർ ഡിഫറെൻറ്റ് ടീമിൽ നിന്ന് വന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഞാൻ മാറി. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇൻറ്റഗ്രിറ്റി എൻജിനീയർ ആയിട്ടാണ്. അത് 80% ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഞാൻ ഇട്ടത് ഈ ഒരു റോളിന് വേണ്ടിയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒന്നും കൂടെ മാറി. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് സബ്സീ ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും അതേ എക്സാക്ട് റോൾ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രെയറൊന്നും മിസ് ചെയ്തില്ല, കൺഫേഴ്സ് ഞാൻ റെഗുലറായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ക്യാഷ് കുറച്ച് ഞാൻ മമ്മിയുടെ അടുത്ത് ഞാൻ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പാർട്ട് ടൈം ചെയ്ത ക്യാഷ് മാത്രം ഞാൻ അങ്ങോട്ടും കുറച്ച് ചെറുതായിട്ട് ഫുഡിനും അങ്ങനെ ഞാൻ ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ല, എല്ലാവരും എങ്ങനെ എടുക്കുന്നൊന്നും എനിക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞത്, മമ്മിക്കും ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ മമ്മി പറഞ്ഞത് നീ മനസ്സിൽ എന്ത് ആലോചിക്കുന്നോ അതേ നടക്കുള്ളൂ, അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും മമ്മിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് അടിയായി ഇത് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കുറച്ച് ഏത്തിസ്റ്റാണ്, അപ്പോൾ അവൻ്റെയും എൻ്റെയും ഐഡിയോളജീസ് ഒത്തിരി ഡിഫറൻസ് ആയിരുന്നു. വേറെ ഒരു കസിൻ പറഞ്ഞ ഉടനെ അവൻ പോയി കവനൻ്റ് എടുത്തു. അവനും അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റിമോണി. വയനാട്ടിലുള്ള അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ജോലി കിട്ടുന്നുള്ളത്. പക്ഷേ എങ്ങനെ കിട്ടുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ UK നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇന്ത്യൻസ് കൂടുതലാണെങ്കിലും നമുക്ക് വേൾഡ് വൈഡ് ഫ്രണ്ട്സ് ഉണ്ട്. ആ ടൈമിൽ എനിക്ക് അടുത്ത് ലൂഡ്സ് ഉണ്ട്, ബെത്ലഹേം ഉണ്ട്, ജെറുസലേം ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു കോൺടാക്റ്റ് വരായിരുന്നു. ഒരു റാൻഡമായിട്ട് ഒരു കൊളീഗോ ഒരു ഫ്രണ്ടോ വന്നിട്ട് അവിടുത്തെ എന്തിനും മതനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ചോ എന്തെങ്കിലും പറയായിരുന്നു, എന്തെങ്കിലും അങ്ങനെ നടക്കായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് ഡയറക്റ്റ് കേരളത്തായിരുന്നു, കൃപാസനത്തിലായിരുന്നു. ഞാൻ ഇത് പറയുന്ന മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു റിട്രീറ്റ് സെൻറ്ററിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷേ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് കുറേ പേര് വന്നിട്ടുണ്ട്, കസിൻസിനറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇതുവരെ ഒരു പോപ്പുലറായിട്ട് എവിടെയും ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത്, ഞാൻ എന്നിട്ട് ഞാനിത് പറയുമ്പോൾ അറിയാടാന്ന് ക്യാഷ്വലായിട്ട് പറയും. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുന്ന കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എടാ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നീ വിശ്വസിച്ച് നീ എടുത്തു നോക്ക്, കവനൻ്റ് എടുത്തു നോക്കുന്നത്. ഇതിൽ ആകെ 1-2 പേരാണ് എൻ്റെ അടുത്ത് വരുന്ന ചോദിച്ചിങ്ങനെ ടൈം ഫ്രെയിം ഇല്ലല്ലോ, നമുക്ക് റിസൾട്ട് നേരത്തെ കിട്ടണം, കവനൻ്റ് 90 days ആണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, പ്രാക്ടിക്കലായിട്ട് നീ ഒന്നും ആലോചിക്കണ്ട, നീ ധൈര്യമായിട്ട് കവനൻ്റ് എടുത്തോന്ന്. എൻ്റെ പേഴ്സണലി അവൻ ആ 6 തിങ്സും അവൻ ഓക്കെ ആയെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. വേറെ പക്ഷേ കുറേ പേരുണ്ട്, അവർക്ക് കൃപാസനം എന്താണെന്നറിയാം, അത് പവർ എന്താണെന്നറിയാം, എല്ലാം അറിയാം. അത് അറിയാത്ത ഞാൻ എടുത്തു. പക്ഷെ അറിഞ്ഞവരെല്ലാവരും, എൻ്റെ ഒരു കോൺടാക്റ്റിലുള്ളവരെല്ലാവരും എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, എന്തിനാടാ, ആകെ ചെറിയ എന്തെങ്കിലും ഉടായ്പേ ഉള്ളൂ, അതും കൂടെ വിട്ടാൽ ഞാനിപ്പോൾ സെയിൻറ്റ് ആകുന്നുള്ളൊരു രീതിക്കാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ്. ആ 90 days എടുത്ത് നോക്കി പിന്നെ ആണ് ബാക്കിയുള്ളതൊക്കെ. ഇത് എടുക്കുന്ന മുമ്പേ അവർ വന്ന് ഒരു ഐഡിയോളജി വെച്ചിട്ട് ഇതൊക്കെ എടുത്താൽ ഓവറായിപ്പോവും, നമുക്കതൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു രീതിക്ക്. കാരണം
ഞാൻ ഒന്നും അറിയാണ്ട് ഞാൻ ജസ്റ്റ് കണ്ണും പൂട്ടി എടുത്തു. ഞാൻ മേ ബി കുറേ തെറ്റ് ചെയ്ത് കാണും, പക്ഷേ എൻ്റെ ഫെയ്ത്താണ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടെന്നുള്ളത് എൻ്റെ ഫെയ്ത്താണ്. ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തവർ കാണും, ഇതിലും ബാഡായിട്ട് ചെയ്തവർ കാണും. ബട്ട് എൻ്റെ ഫെയ്ത്ത് ഞാൻ സിൻസിയറായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ്. പക്ഷേ ഇത് എടുക്കുന്ന മുമ്പേ ഇവർ വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ഉള്ളൊരു ടെൻഷനും പേടിയും കൊണ്ട് കുറേ പേര് എടുക്കാണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ സംസാരിച്ച് നോക്കിയിട്ടും ഇവർ റെഡി അല്ല. അതായത് ജസ്റ്റ് ഒരു ട്രൈന് പോലും റെഡി അല്ല. ഓക്കെ, ഒന്ന് എടുത്തു നോക്കാം. കാരണം കവനൻറ്റ്, എൻ്റെ ഒരു കോൺസെപ്റ്റ് അച്ഛൻ പറയുന്ന മാതിരി കവനൻറ്റിലോട്ട് വന്നാൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാണ്ട് നമ്മളെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന അത് എങ്ങനെ പ്രാക്ടിക്കലി ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഐഡിയോളജീസ് പാരൻസിനെ നിന്നും ഗ്രാൻഡ് പാരൻസിനെ നിന്നും ആണ്. എപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഹോസ്റ്റലിലും ബാക്കി കാര്യം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോൾ അവർ വിളിച്ചാലും കളിക്കുന്നുണ്ടോ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇതൊന്നും അല്ല അവർ ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന അവർക്കറിയാം. പഠിക്കുന്നുണ്ടോ എന്ന് പോലും ചോദിക്കില്ല. അവർ സൺഡേ മാസിന് പോയോ, പ്രാർത്ഥിച്ചോ, നൈറ്റ് പ്രാർത്ഥിച്ചോ, കൊന്തെത്തിച്ചോ, ഇതാണ് അവരുടെ മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഇല്ലെങ്കിൽ ഇല്ലയെന്നേ പറയുള്ളൂ. കാരണം ഞാൻ മിസ് ഔട്ട് ചെയ്യില്ലായിരുന്നു. സൺഡേ പോകുന്നതാകട്ടെ എന്തായാലും ഞാൻ 95% ഞാൻ ഡെഫിനറ്റായിട്ട് പോവും. ആകെ ഞാൻ പോകേണ്ടിയിരുന്നത് ഒരു ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഒരു 1.5 ഇയർ ടൈമിൽ ഞാൻ പോകേണ്ടിയിരുന്നു. പിന്നെ ആ ഫ്രണ്ട് ചോദിച്ചപ്പോഴും നിന്നെ കണ്ടിട്ട് നീ പ്രാർത്ഥിക്കുന്ന ടൈപ്പാണെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് മനസ്സിലായി. അപ്പോൾ ഇത്രയും അതേമാതിരി ഇതുവരെ ചോദിച്ചതെല്ലാം എനിക്ക് അടിപൊളിയായിട്ട് ബെസ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാറി വേറൊരു റൂട്ട് പിടിച്ച് പ്രാർത്ഥന ഇല്ലാണ്ട് പോയപ്പോൾ ചെറിയൊരു അടി കിട്ടി. അതൊരു അടിപൊളി അടി ആയി. അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഞാനത് കവനൻറ്റിലൂടെ ഞാനത് ടാക്കിൾ ചെയ്തു. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 13-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ അലൻ ഹെൻറി തൻ്റെ UK-യിലെ മാസ്റ്റർ പഠനവും എല്ലാം ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അതിനു മുൻപും തനിക്ക് എന്തായിരുന്നു തൻ്റെ മനസ്സിൽ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ ചിന്തയും ക്വസ്റ്റ്യൻ മാർക്കുമൊക്കെ തൻ്റെ ജോബിനെ കുറിച്ചായിരുന്നു. ആദ്യം അത് അത്രയ്ക്കൊന്നും സീരിയസ് ആയിരുന്നില്ലെങ്കിൽ പിന്നീട് തനിക്ക് മറ്റുള്ള പലരും തൻ്റെ കൂട്ടുകാരൊക്കെ ജോലിയെക്കുറിച്ച് ആകുലപ്പെട്ടപ്പോൾ തനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. തൻ്റെ ഡാഡി ഒരു നല്ല പൊസിഷനിലുള്ള ആളാണ്. അതുകൊണ്ട് ഡാഡിക്ക് തന്നെ ഒത്തിരി ഹോൾഡുണ്ട്, ഒത്തിരി പേരെയൊക്കെ അറിയാം. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് എനിക്ക് ലഭിക്കും. ആ ഒരവസ്ഥ പിന്നീട് താൻ മുട്ടിയ വാതിലുകളൊക്കെ തനിക്ക് തുറക്കാതെയായി. എത്രമാത്രം ഹോൾഡുണ്ടോ അതിൻ്റെ CEO വന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പോലും തനിക്ക് ജോബ് കിട്ടിയില്ല. അത് ഫ്രണ്ടാണ് ഡാഡിയുടെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഹോൾഡുള്ള ഒരാളാണ് പിന്നെ നാം കവനൻറ്റിലൂടെ കാണുക. അങ്ങനെ എങ്ങനെയാണ് പിന്നീട് അലൻ കവനൻറ്റ് ലൈഫിലേക്ക് വരുന്നതും ഓൺലൈൻ ഉടമ്പടിയാണ് പിന്നീട് എടുക്കുന്നത്. അങ്ങനെ തൻ്റെ വഴികളെല്ലാം അടഞ്ഞു എന്ന് അലന് മനസ്സിലാവുകയാണ്. അങ്ങനെ പിന്നീട് കവനൻ്റ് എടുത്ത് ആ കവനൻ്റ് ലൈഫ് തുടരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തതും വിതിൻ 90 ഡേയ്സിൽ തനിക്ക് എങ്ങനെയാണൊരു നല്ല ജോബ്, അത് തൻ്റെ ഫീൽഡിൽ തന്നെ താൻ ആഗ്രഹിച്ച അതേ ഫീൽഡിൽ താൻ പഠിച്ച അതേ കോഴ്സ്, അങ്ങനെ നല്ല ഒരു ജോബ് തനിക്ക് ലഭിച്ചതാണ്. ഈ മകൻ ഇത്രയും നേരവും ഇവിടെ നമ്മോട് വിവരിച്ച് പറഞ്ഞത്. അതിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം അലൻ പറഞ്ഞ് നാം കേൾക്കുകയുണ്ടായി. തിരുവചനം പറയുന്നത് പോലെ പണിയാത്ത പട്ടണങ്ങളും നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒക്കെ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവരികയാണ്. നമുക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ദൈവമാതാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മറ്റുള്ളവരോട്, അതായത് ഈശോയുടെ അടുത്ത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഒരാളുണ്ട്, നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ. ഇവൻ അലനാണ്. ഇപ്പോൾ അലൻ്റെ കാര്യം പറയുമ്പോൾ അലനാണ്, അല്ലെങ്കിൽ ആരുമാകട്ടെ ആ വ്യക്തി, ഞാനും നിങ്ങളും അത് ഇന്ന മകളാണ്, മകനാണ് എന്ന് പറഞ്ഞ് നമ്മെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനു വേണ്ടി ഒരാൾ സ്വർഗത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ എന്തൊരു വിലപിടിപ്പുള്ള സമ്മാനമാണ് അതിനേക്കാൾ വലുത് നമുക്ക് വേണ്ടത്. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അമ്മ,
അമ്മ പറയുന്നത് ഈശോ എങ്ങനെയാണ് ആദരിക്കാതിരിക്കുക? അമ്മ പറയുന്നതൊക്കെ ഈശോ ആദരിക്കും. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്. അങ്ങനെ അലൻ്റെ ജീവിതത്തിൽ പിന്നീട് അലൻ എങ്ങനെയാണ് തൻ്റെ കാരുണ്യ പ്രവൃത്തികളൊക്കെ അലൻ എങ്ങനെയാണ് ചെയ്തത്? എപ്പോഴും 10% ഞാൻ പണ്ട് തൊട്ടേ ഞാൻ മാറ്റി വെക്കാറുണ്ട്. അതൊരാവശ്യം വരുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാനത് സേവ് ചെയ്ത് വെച്ച് ഞാൻ ഒരു വലിയൊരു എമൗണ്ടായിട്ട് ഞാൻ പിന്നെ ചെയ്യാറുണ്ട്. അതേമാതിരി ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കവനൻ ടൈമിൽ എനിക്ക് പാർട്ട് ടൈം ആയതുകൊണ്ട് വലിയൊരു ക്യാഷ് എന്നെ കൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ പറ്റുന്നത്തോളം ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിടയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ലിങ്ക്സ് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കുറച്ച് ഫാമിലി ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. പിന്നെ മമ്മിക്കും 1-2 പ്രാവശ്യം അയച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് ഉറപ്പാണ് അയച്ചവരാരും അങ്ങനെ വലുതായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെക്കുറിച്ച് അവർ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വലുതായിട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. ബട്ട് പ്രെയറും ബൈബിളും ഞാൻ മറ്റുള്ളവരെ അടുത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കും. ഫെയ്ത്ത് എപ്പോഴും സ്ട്രോങ് ആയിരുന്നു. അവർ എങ്ങനെ അടിയുണ്ടാക്കിയാലും ഞാനും അടിയുണ്ടാക്കാൻ റെഡിയാണെന്നുള്ളൊരു രീതിക്കാണ് ഞാനും ഇടയ്ക്ക് ഞാൻ പറയുക. പക്ഷേ ഓക്കെയാണ്. ഞാൻ ചിലവരൊക്കെ പറയുമ്പോൾ അവർ ഹാപ്പിയാണ് നമുക്കുള്ളൊരു ഫെയ്ത്തിനെയും അതിനെയും കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ. തൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട്, അതായത് ഈശോയെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് താൻ പരിശ്രമിച്ച ഓരോ അവസരങ്ങൾ, അതായത് ഇപ്പോൾ ചെറുപ്പക്കാരായ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യങ്ങളുണ്ടാവുകയും ഇന്ന് അലൻ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ നിന്ന് തൻ്റെ നന്ദി അറിയിക്കുകയാണ്, ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കും അലന് കിട്ടിയ എല്ലാ കൃപകൾക്കും അലനെ പോലെ ഇനിയും ഒത്തിരിയേറെ യൂത്ത് ഇതിൽ ഈ കൃപാസന അൾത്താരയിൽ കടന്നു പോകുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് ഈശോയെ സ്നേഹിച്ച് കടന്നു പോകുന്ന ഒത്തിരിയേറെ യൂത്തുണ്ട്. എല്ലാ യുവജനങ്ങളെയും യുവാവായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 സ്തുതികൾ കരയേറ്റുന്നു. എൻ്റെ പേര് ഷിജി, ഇതെൻ്റെ ഹസ്ബൻഡ് സജി, ഇതെൻ്റെ മോള് സ്റ്റെഫി, ഒരു മോനൂടെ ഉണ്ട്. അവൻ ഡൽഹിയിലാണ്, വന്നിട്ടില്ല. ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്താൻ വന്നത് എൻ്റെ ഹസ്ബൻഡിനെ വലിയൊരു അപകടത്തിൽ നിന്നും മാതാവ് രക്ഷിച്ചു, ഈശോയും മാതാവും രക്ഷിച്ചു. അതായത് ഒരു ആക്സിഡൻ്റ്, ഒരു കന്നാസ് മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരാവശ്യത്തിന് വേണ്ടി അതെടുക്കുവാനായിട്ട് മുകളിലോട്ട് കൈ ഉയർത്തി അതേ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് അത് പൊട്ടിയിട്ട് ഒരു 5 ലിറ്ററിൻ്റെ കന്നാസിൽ നിറയും ആസിഡായിരുന്നു. അപ്പോൾ അത് ചുവട്ടിൽ നിന്ന് പൊട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ വീണു. പക്ഷേ മാതാവിൻ്റെ കാശിരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരീരം മുഴുവനും തലയും കണ്ണും കാല് വരെ 5 ലിറ്റർ ആസിഡ് പൂര ഒഴുകി താഴെ വരെ എത്തി. പക്ഷേ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, എടി എൻ്റെ കണ്ണ് പൊട്ടിപ്പോയി, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അമ്മ മാതാവ് ഈശോയും ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് ശരീരം മുഴുവനും കണ്ണിൻ്റെ അവിടെ ആദ്യം പുരട്ടി, കണ്ണിൻ്റെ അവിടെ ശരിക്കും ആ എണ്ണ മുഴുവനായിട്ട് ഇങ്ങനെ കുപ്പിയിൽ നിന്ന് ഒഴിച്ചു. ഇച്ചിരിയേ ഉള്ളൂ എങ്കിലും അത് ഒഴിച്ചു. അപ്പം ശരീരത്തിലും മുഴുവനും അത് പുരട്ടി കഴിഞ്ഞപ്പോഴത്തേന് അപ്പം തന്നെ ആ റൂം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു. അപ്പം പെട്ടെന്ന് റൂമിൽ പുക പൊങ്ങിയിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഈ ആസിഡ് വീണ സ്ഥലം, ആ ടൈൽസ് നല്ലപോലെ അതിൻ്റെ ഇളകി വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് അത് തെറിച്ചായിരുന്നു കുറച്ച്. സ്റ്റൗ നോക്കിയപ്പം അതിൻ്റെ മുഴുവൻ ഭാഗം ഈ കറുപ്പ് പാട് വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും ഓർത്ത്, ദൈവമേ എന്തോ ആണ് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ആ എണ്ണ ഉടമ്പടി തൈലം വെച്ച് കണ്ണ് തുടച്ചതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി കുഴപ്പമില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ കണ്ണ് നോക്കി, പക്ഷേ തുറന്നു മിടുക്കനായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പം അന്നേരപ്പോഴും കുഞ്ഞുങ്ങൾ 2 അകത്ത് കിടക്കുന്നു. കിച്ചണിൻ്റെ മുകളിലായിരുന്നു അത് വെച്ചിരുന്നത്. അപ്പം കിച്ചൺ മുഴുവൻ ഈ പുക കൊണ്ട് നിറയുക.
ശരിക്കും പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വിട്ടു. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോകാം. അപ്പം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാനൊരു വണ്ടി എടുത്തു. ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വണ്ടിയെ കയറിയപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ കണ്ണ് തുറന്നു, എനിക്ക് വേദനയൊന്നുമില്ല. പക്ഷെ ഞാനൊരു സ്റ്റാഫാണ്, അപ്പം ഒരു ആസിഡ് വീണവും പിന്നീട് അതിനുണ്ടാകുന്ന എഫക്റ്റ് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല, ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് കാറിൽ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആസിഡിൻ്റെ മയമുണ്ട്, നല്ലതായിട്ട് വീണിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് NS വെച്ച് ഐ വാഷ് ചെയ്തു. ഐ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എന്തോ ഒരു അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. ആസിഡ് വീണ സാധാരണ രീതിയിൽ ഒരു ചെറിയ ആസിഡ് പോലും കയ്യിലോ കാലിലോ വീണ അവിടെ കിഴിഞ്ഞിളകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ ഐ വാഷ് ചെയ്യാം. വാഷ് ചെയ്തു, 2 കണ്ണും വാഷ് ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോട് പറഞ്ഞു ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ആ ആസിഡിൻ്റെ വീര്യം കൊണ്ട് ആ റൂം മുഴുവൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പോലും ആ റൂമിലെ ഫ്യൂംസ് പോവുകയോ ആ മണം അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു. പക്ഷേ എൻ്റെ ഈശോയും അമ്മ മാതാവും ഞങ്ങളെ കുടുംബമായിട്ട് രക്ഷിച്ചു. അതിൽ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി തൈലം ഒരിക്കലും നിങ്ങൾ എന്ത് വന്നാലും, ഞാൻ എപ്പോഴും പറയുന്നത് ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സന്തോഷത്തോടെ നോക്കുക. അപ്പം ഹസ്ബൻഡിൻ്റെ ശരീരത്ത് കാശിരൂപത്തിൻ്റെ ഈ മാല, കാശിരൂപം ഒരിക്കലും നമുക്ക് ഹസ്ബൻഡ് കഴുത്തിൽ നിന്ന് മാറ്റാറില്ല. കാരണം ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പല അപകടങ്ങളിലും ഉണ്ടാകാറുണ്ടെന്ന് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെയും. പക്ഷേ ഒരു അപകടത്തിലും ഹസ്ബൻഡ് ഇന്നുവരെ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കാശിരൂപം ഒരിക്കലും കഴുത്തിൽ നിന്ന് ഹസ്ബൻഡ് മാറ്റാറില്ല. എപ്പോഴും കുളിക്കുന്ന സമയത്ത് പോലും അതിട്ട് ആണ് കുളിക്കുന്നതും എല്ലാം. കാശിരൂപം ഒരിക്കലും മാറ്റുകയോ അതിന് ഇതാക്കുകയോ ചെയ്യാറില്ല. പിന്നെ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈശോയും അമ്മയും രക്ഷിച്ചു. പിന്നെ രണ്ടാമതായിട്ട് 2 വർഷമായിട്ട് ഒരു വീട് വിൽക്കാനും ഞങ്ങളുടെ ഒരു വീട് കുറച്ച് സ്ഥലവും 7 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് വിറ്റ് പോകുന്നില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല തടസ്സങ്ങളും പറഞ്ഞ് അത് അങ്ങ് മാറി പോവാം. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നപ്പം അതിൻ്റെ ആധാരം എടുത്തുകൊണ്ട് ഇവിടെ വന്നു. അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവേ മാതാവെ അങ്ങ് ഇതൊന്ന് എത്രയും വേഗം വിറ്റ് തരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ വീടിൻ്റെ അവിടെ കൊണ്ട് കാശിരൂപം കുഴിച്ചിട്ടായിരുന്നു, ഉപ്പ് തളിച്ചു. അപ്പം അത് എല്ലാത്തിൻ്റെയും അനുഭവമായിട്ട് ആ വീടും ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ വീട് സ്ഥലവും വിൽക്കാനായിട്ട് സഹായിച്ചു. പിന്നെ 2014 തൊട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. സ്റ്റാഫായിട്ട് ജോലി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിന് 2014 തൊട്ടുള്ള കുറേ അരിയർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പം അതിൻ്റെ കേസ് ഇട്ടു. പല കാര്യങ്ങളും ഞങ്ങൾ ഒരുപോലെ ചെയ്തിട്ടു ആ കേസൊന്നും മുന്നോട്ട് നീങ്ങുകയോ ആ പൈസ കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോഴത്തേന് കേസ് വിധിയായിട്ട് ഞങ്ങളുടെ കിട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് തിരിച്ചു നൽകി. ഇത്രയും തന്ന ദൈവത്തിനും തിരുകുമാരനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സജി. രാവിലെ എണീച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത് സംഭവം നടന്നത്. ഇതെടുത്തു എൻ്റെ മുഖത്ത് പിന്നെ ചെറുതായിട്ട് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കൊമളിക്കാൻ തുടങ്ങിയായിരുന്നു. അന്നേരത്താണ് ഇത് തൈലം തേച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് മാറി. പിന്നെ എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനകം എല്ലാം മാറി, എല്ലാം സൗഖ്യം തന്നു. സങ്കീർത്തനങ്ങൾ 32:6-7. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. സജി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം കുടുംബത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു. അത് മുകളിൽ വെച്ചിരുന്ന ആസിഡിൻ്റെ 5 ലിറ്റർ ക്യാൻ അത് മുഴുവൻ പൊട്ടി ഒലിക്കുകയും അത് ശിരസ് മുതൽ ഉള്ളംകാല് വരെ ആ ശരീരത്തിലൂടെ മുഴുവനും
പടർന്നൊഴുകുകയും ചെയ്തതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് വീഴുന്നിടങ്ങളിലൊക്കെയും കിഴിഞ്ഞ് മാംസം ദ്രവിച്ചു പോകുന്ന വിധത്തിൽ വലിയ അപകടം വരുത്തേണ്ട ഒരു സാഹചര്യവും സാധ്യതയുമാണ് അതിനകത്ത് ഉള്ളതും. സഹോദരി പറയുന്നുണ്ട്, ജീവിത പങ്കാളി കണ്ണ് പൊട്ടിപ്പോകുന്നുവെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഉടമ്പടി തൈലം ഓടി എടുത്തുകൊണ്ടുവന്ന് കണ്ണിലൂടെ മുഴുവൻ ശരീരത്തിലേക്കും ഒഴിച്ചു കൊടുത്ത് അത് ഉടമ്പടിക്ക് ആശീർവാദം ദേഹത്ത് ധരിച്ചിരുന്ന സഹോദരൻ ആ നിമിഷങ്ങളിലൊക്കെയും ഉടമ്പടിക്ക് ആശീർവാദം ധരിച്ചിരുന്ന സഹോദരന് യാതൊരു പോറലോ ഏൽക്കാതെ കണ്ണ് തുറക്കുവാനും പൂർണ്ണമായി പൊള്ളലിൻ്റെ എല്ലാ കാര്യത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടതിനെയാണ് പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത്. ആശുപത്രി ഡോക്ടർമാരും ആസിഡിനെക്കുറിച്ച് കേൾക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും സഹോദരനെ പരിശോധിച്ചിട്ടും പറയുന്നത് ഇത് സാധാരണ ഇങ്ങനെയല്ല സംഭവിക്കേണ്ടത്, ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറേണ്ട ഒരു വിഷയം വളരെ നിസ്സാരമായി അമ്മ മാതാവ് ഒരു പോറലേൽപ്പിക്കാതെ, ഒരു പൊള്ളലേൽപ്പിക്കാതെ, ഒരു പാടുപോലും ഇല്ലാതെ ആ സഹോദരനെ ശരീരത്തിനെ മുഴുവനും സൗഖ്യപ്പെടുത്തിയത് അതിൻ്റെ ഒരു ക്ലേശത്തിലേക്കും നയിക്കാതെ സംരക്ഷിച്ചതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ അൾത്താരയിൽ നമ്മൾ കേൾക്കുന്ന പല സാക്ഷ്യങ്ങളും നമുക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെത്ര വലിയ സംരക്ഷണം, ഇതെങ്ങനെ നടക്കുന്നുവെന്ന് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഈ സഹോദരിയും കുടുംബവും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കുന്ന ഓരോ നിമിഷവും കുടുംബം പറയുന്നുണ്ട് ആ വീട് മുഴുവനും എത്ര കണ്ട് ആ ആസിഡ് വീണതിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ടെന്ന്. അവിടെയുള്ള ടൈൽസ് ഇളകി വരുന്നു, ആ ഗ്യാസ് സിലിണ്ടർ അത് വല്ലാതെ കറുത്ത് കരിവാളിക്കുന്നു, കുറേയധികം നേരം പുക മാറാതെ ആസിഡ് വീണതിൻ്റെ ഫ്യൂംസ് ആ മുറി മുഴുവനും വല്ലാതെ പരക്കുന്നു, മണം മണിക്കൂറുകളോളം നിലനിൽക്കുന്നു. അങ്ങനെ ഗുരുതരമായ എല്ലാ സാഹചര്യങ്ങളും ആ വീടിനകത്ത് നിലനിൽക്കുമ്പോഴും സഹോദരൻ്റെ ശരീരം മാത്രം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയും ആസിഡ് വീണതിൻ്റെ എല്ലാ അപകടാവസ്ഥകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണത്തിന് ഉടമ്പടി കാശുരൂപം അതമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ഉടമ്പടി തൈലം പൂശൽ അതും പരിശുദ്ധമ്മ മാതാവിൻ്റെ അഭിഷേകത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമാണ്. കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വലിയ അപകടത്തിൽ മറ്റെന്തിനേയും തിരക്കുന്നതിനപ്പുറം അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാതെ സൗഖ്യപ്പെടുത്തി സംരക്ഷിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിൽ ലഭിച്ച മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വലിയ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ലൂസി മാത്യു, ഞാൻ കടുത്തുരുത്തി വലിയ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഏപ്രിൽ 8-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് എനിക്ക് 3 പ്രധാന അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒത്തിരി അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തേത്, എൻ്റെ കൊച്ചുമകന് ഭയങ്കരമായ ഫുഡ് അലർജി ഉണ്ടായിരുന്നു. അവന് പാല് ദേഹത്ത് തൊടാൻ മേല, ഉണ്ടായപ്പം തുടങ്ങി അങ്ങനെയായിരുന്നു. അതുപോലെ തേങ്ങ ഒന്നും തൊടാൻ മേല, അതൊക്കെ കൊടുത്താൽ എപ്പോഴും ദേഹത്ത് മുട്ടിയാൽ തന്നെ ദേഹത്തെല്ലാം അപ്പടി പൊങ്ങി വരുവോ, ചിലപ്പോൾ ശ്വാസം മുട്ടലോ, അങ്ങനെ ഭയങ്കരമായ അലർജി ഉണ്ടായിരുന്നു. അതോർത്ത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. എന്ത് ഭക്ഷണവും അവന് വളരെ ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ മോളും ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒത്തിരി ഉപവസിച്ചും ഒത്തിരി ജപമാല ചൊല്ലിയും ഒത്തിരി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം ഞാൻ ഒന്നും തെറ്റാതെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ധ്യാനങ്ങൾ മുഴുവനും കൂടാതെ ഞാൻ ശ്രദ്ധിക്കുകയും അതുവേണ്ടി പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3-ാമത്തെ പുതുക്കലോടുകൂടി കൊച്ചിൻ്റെ അലർജി കുറയുകയും ഇപ്പോൾ അവന് തേങ്ങ ഒരു കുഴപ്പമില്ലാതെ തേങ്ങയുടെ സാധനങ്ങൾ കഴിക്കാം, പാലുൽപ്പന്നങ്ങളും കഴിക്കാം. അങ്ങനെ ഒരു വലിയ അത്ഭുതം. ഡോക്ടേഴ്സ് അവിടെ, ഇവർ അമേരിക്കയിലാണ്, അപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞത് മാറാൻ ഇത്രയും പ്രായമായി, ഇനി മാറിയല്ലെന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കൊച്ചിന് അലർജി മാറിക്കിട്ടി. അത് മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, ഈശോയുടെ കരുണയും കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഈ മോളുടെ 4-ാമത്തെ
പ്രഗ്നൻസിയിൽ ഇടയ്ക്ക് സ്കാനിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ക്രോമസോമൽ ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ വളരെ വിഷമിച്ച് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ ആയിരുന്നു എങ്കിലും ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ അത് പ്രത്യേകമായി എടുത്ത് ഞങ്ങൾ ഒത്തിരി ജപമാല ചൊല്ലി, എത്രയെന്ന് അറിയത്തില്ല. അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലുകയും തൈലം അവളുടെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുത്തു വിട്ടു, തേൻ കൊടുത്തു വിട്ടു, അതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഏതായാലും പ്രസവിച്ചപ്പോൾ നോർമലായിട്ടുള്ള മറ്റു കുട്ടികളെക്കാളും വെയിറ്റും ഒക്കെയുള്ള മിടുക്കിയായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നത്. ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. ഈ കൊച്ചു കുഞ്ഞാണ് അവളെ വളരെ മിടുക്കിയായിട്ട് ദൈവം ഇതുവരെയും കാത്തു വരുന്നു. അതുപോലെ എനിക്ക് 4-5 വർഷമായിട്ട് ക്ഷമിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4ാമത്തെ പുതുക്കലോടുകൂടി അതിനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ഒത്തിരിയേറെ വിടുതൽ എനിക്ക് തരികയും അത് എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യവും സന്തോഷവും തരികയും ചെയ്തു. ഈ അമ്മ മാതാവിന്, കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനി അവളുടെ പ്രഗ്നൻസിയിലെ ബുദ്ധിമുട്ടുകളും അവളുടെ അനുഭവം എൻ്റെ മോള് പറയുന്നതായിരിക്കും. 5ാം മാസത്തെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ഡിസിഷൻ. അതായിരുന്നു അവരുടെ ഇത്. അല്ലെന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റിങ് ചെയ്ത് നിങ്ങൾക്ക് വേണേൽ കൺഫേം ചെയ്യാം. പക്ഷേ ദർ ഈസ് ചാൻസ് ഒത്തിരി ഹൈ ആണ്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ഞാൻ വിഷമിച്ചു. കാരണം ബാക്കി 3 പേരുടെ കാര്യം, നാലാമത് ഉള്ള കുഞ്ഞ് ഇപ്പം അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ദൈവം എന്നെ സെലക്ട് ചെയ്ത കാരണമായിരിക്കും. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, കുഞ്ഞ് അബ്നോർമൽ ആണെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേരൻറ്റിന് മാത്രമേ ഉള്ളൂ ഒരു അബ്നോർമലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് പറ്റുള്ളൂ. ഒത്തിരി ഡോക്ടർ അത് അബോർഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് ഒരു അബ്നോർമലായിട്ടുള്ള കുഞ്ഞിനെയാണ് തരുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സോ ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യത്തില്ല. അതായിരുന്നു എൻ്റെ ഡിസിഷൻ. പക്ഷേ ആ ഡിസിഷൻ എടുത്തിട്ടും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സിസ്റ്ററും എൻ്റെ മമ്മിയും കൃപാസനം ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി കൂടുതൽ അറിഞ്ഞു. അന്ന് മുതൽ അന്നേരമാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ തന്നെ മമ്മി എനിക്ക് തൈലം തന്നിരുന്നു. തൈലം എൻ്റെ വയറിൽ പുരട്ടി കുരിശു വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ ഉടമ്പടിക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഉപവാസമാണേലും പ്രഗ്നൻസിയിൽ ഉപവസിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഓർത്തു അത് ദൈവത്തിനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യണതിന് എനിക്ക് അതിനുള്ള സ്ട്രെങ്ത്, എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് അതിനുള്ള സ്ട്രെങ്തും ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെച്ച് ഞാൻ ഉപവാസം എടുത്തു. അതുപോലെ തന്നെ ഉടമ്പടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാലിച്ചു. ഓൺലൈനിൽ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തു.
കുഞ്ഞുണ്ടാകുന്ന ദിവസം അന്ന് ഡെലിവറി റൂമിൽ കൊച്ച് പുറത്തേക്ക് വന്നു. കരയുന്ന ഒച്ച കേൾക്കാം. എനിക്ക് കണ്ണു തുറന്ന് കൊച്ചിനെ നോക്കാൻ എനിക്ക് അതിനുള്ള ഇതില്ല. പക്ഷെ ഞാൻ കൊച്ചിനിട്ട് നോക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ണടച്ച് ഞാൻ കൃപാസനം മാതാവിനോടുള്ള തീക്ഷണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിട്ട് നോക്കിയത്. നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ച് ഹെൽത്തിയാണ്, കൊച്ചിനും ഒരു കുഴപ്പവുമില്ല. മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂസി മാത്യു എന്ന ഈ അമ്മയും മകളും അവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച അത്ഭുതകരമായ ഒരു ജീവിതാനുഭവത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 4ാമത് സഹോദരി ഗർഭിണിയാകുമ്പോൾ ആ ഉദരത്തിലുള്ള ശിശു ഗുരുതരമായ ക്രോമസോം ഡിസോർഡറിനാൽ ജനറ്റിക്കൽ ഇഷ്യൂസ് മൂലം ഗുരുതര രോഗാവസ്ഥയിലുള്ള കുഞ്ഞായിരിക്കുമെന്നും അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് അബോർഷനെക്കുറിച്ച് ആലോചിക്കണമെന്നുമാണ് ഡോക്ടർമാർ മകളെ ഉപദേശിക്കുന്നത്. ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞ് ദൈവത്തിൻ്റെതാണെന്നും അത് എങ്ങനെ തമ്പുരാൻ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നാലും അതിനെ വളർത്തുവാൻ പറ്റുന്ന മനക്കരുത്തും ശാരീരിക കഴിവുകളും നൽകണമെന്ന് മാത്രമാണ് മകൾ പ്രാർത്ഥിച്ചത്. ആരോഗ്യമുള്ള കുഞ്ഞെങ്കിൽ അങ്ങനെ വളർത്തുന്നതിന്, കുറവുള്ള കുഞ്ഞെങ്കിൽ അതിനെ അതായി കണ്ട് പരിപാലിക്കുന്നതിന് ശക്തി തരണമെന്നാണ് അമ്മ മാതാവിനോട് മകൾ പ്രാർത്ഥിച്ചതെന്ന സാക്ഷ്യത്തിലെടുത്ത് പറയുന്നുണ്ട്. അത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കാണ്. നീ നൽകുന്ന ഒരു ദാനത്തെയും ഞാൻ നിരസിക്കില്ല. നിൻ്റെ കരങ്ങളിൽ നിന്ന് എത്ര കയ്പ് ആദ്യം തോന്നുന്ന കാര്യത്തെയും ഉള്ളുകൊണ്ട് സ്വീകരിച്ച് ഞാനത് കൃപയ്ക്കുള്ള അടയാളമാക്കി അനുഗ്രഹത്തിനുള്ള നിക്ഷേപമാക്കി മാറ്റുമെന്ന്. ഇവിടെ മോളുടെ അമ്മയും സഹോദരിയും തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. മോളവിടെ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ നൽകിയ ഒരൽപ്പം ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഉപവസിച്ച് ഗർഭിണിയായിരുന്ന നാളുകളിൽ പോലും ഉപവസിക്കുകയും അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായി കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാതെ രാവിലെ ചൊല്ലുകയും സായാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും പൂർണ്ണമായും വൈദ്യശാസ്ത്രം എന്നോട് പ്രയാസകരമാണെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ദൈവം, എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, ആ ഒരു പ്രത്യാശയോടു കൂടി മകൾ ജീവിതത്തെ നയിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ പിറന്നു വീണ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്. എൻ്റെ മാറോട് ചേർത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ഞാൻ കണ്ണു തുറന്ന് കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ ഏറ്റവും വൈകാരിക നിമിഷങ്ങളിൽ ഒന്നുകൂടി ചൊല്ലി അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ കണ്ണു തുറന്ന് നോക്കിയതെന്ന്. പ്രിയമുള്ളവരെ, ഇതിനെയാണ് നമ്മൾ സാക്ഷ്യമെന്ന് പറയുക. ജീവിതം വല്ലാതെ ക്ലേശത്തിലും എന്ത് ആകുമെന്നറിയാത്ത അവസ്ഥയിലും വിശ്വാസത്തിനൊരൽപ്പം പോലും ചഞ്ചലപ്പെടാതെ എൻ്റെ ദൈവം ഉന്നതനാണ്, എത്ര മഹത്തായ കാര്യവും എനിക്ക് നേടിത്തരുവാൻ, ചെയ്തു തരുവാൻ, അസാധ്യമെന്ന് കരുതുന്നത് പോലും എനിക്ക് വേണ്ടി സാധ്യമാക്കി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന പൂർണ്ണമായ പ്രത്യാശയാണ് ഏതൊരു ജീവിതത്തെയും കൂടുതൽ വിശ്വസ്തതയുള്ള, കൂടുതൽ ആഴമുള്ള ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും മകൾ നയിച്ച ജീവിതം, അമ്മ മാതാവിനോട് പുലർത്തിയ സ്നേഹബന്ധം, ഉടമ്പടിയിലുള്ള വിശ്വാസം, അതിനെയാണ് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.